യെസ്, വെൽക്കം ടു ദിസ് സെഷൻ. ഇന്ന് എടുക്കുന്നത് BPAC 134. BPAC 134 ആണ്. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റംസ് അറ്റ് സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽ. അതായത് സംസ്ഥാനത്തിലും നമ്മുടെ ജില്ലയിലുള്ള ഭരണം, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. BPAC 134 അതാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ടോട്ടൽ 3 ബ്ലോക്കാണുള്ളത്. 3 ബ്ലോക്ക്. ബ്ലോക്ക് 1 ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ്, ബ്ലോക്ക് 1. ബ്ലോക്ക് 2 സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ആണ്, ബ്ലോക്ക് 2. ബ്ലോക്ക് 3 എമർജിങ് ഇഷ്യൂസ്. അപ്പോൾ വരാൻ പോകുന്ന ഭവിഷ്യത്തുകൾ, ഓരോരോ പ്രശ്നങ്ങൾ. നമുക്ക് ഭരണത്തിൽ പല കാര്യങ്ങളുണ്ടല്ലോ, ഇന്നത്തെ മാതിരി അല്ലല്ലോ നാളെ. അപ്പോൾ അത് എമർജിങ് ഇഷ്യൂസ് എന്തൊക്കെയാണ്? കാരണം എന്താ വെച്ചാൽ മോഡേൺ വേൾഡ്, ദ വേൾഡ് ഓഫ് ഗ്ലോബലൈസേഷൻ, അനവധി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ത്രൂ ദ വേൾഡ്. അപ്പൊ ഈ നമ്മൾ എത്രത്തോളം സ്റ്റേറ്റും സെൻട്രലും അതേമാതിരി നമ്മുടെ ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ എത്രത്തോളം തയ്യാറെടുക്കണം എന്നുള്ളത് ലാസ്റ്റ് ബ്ലോക്ക് 3. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കുന്നത് BPAC 134 അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് അറ്റ് സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് ലെവൽസ് ആണ്. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഓൾറെഡി ഇറ്റ് ഈസ് മെൻഷൻ ദർ. അക്കാഡമിക് കൗൺസിലറാണ്, ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി, നമ്മുടെ റീജിയണൽ സെന്റർ കല്ലൂരിലാണ്. ഓക്കെ, സോ ഐ ആം already having decades of experience in my area of specialization is human resource management. Okay, so now block I already told you, 1, 2, 3 I already told you. Next 14 യൂണിറ്റ് ആണ് ഇതിലുള്ളത്. ആദ്യത്തെ യൂണിറ്റ് ഇതാ സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ എവാലുവേഷൻ ആണ്. യൂണിറ്റ് 2 ഭരണഘടന, പ്രൊഫൈൽ ഓഫ് സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ. ഭരണഘടനയിൽ എന്താണ് പറയുന്നത്? മൂന്നാമത്തെ യൂണിറ്റ് സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റ്, ഓർഗനൈസേഷൻ ആൻഡ് ഫംഗ്ഷൻ. സെക്രട്ടേറിയറ്റ് എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്നതും ഫംഗ്ഷൻ ചെയ്യുന്നതും. യൂണിറ്റ് 4 പാറ്റേൺസ് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സെക്രട്ടേറിയറ്റ് ആൻഡ് ഡയറക്ടറേറ്റ്. എന്താണ് സെക്രട്ടേറിയറ്റും ഡയറക്ടറേറ്റും തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ ഓരോരോ സ്റ്റേറ്റിൽ കാണാമല്ലോ. ഡയറക്ടർ അഗ്രികൾച്ചർ, ഡയറക്ടർ നമ്മുടെ ഹൗസിംഗ് ഡെവലപ്മെന്റ്, ഡയറക്ടർ മെനി അതർ റൂറൽ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പൊ സെക്രട്ടറി റൂറൽ ഡെവലപ്മെന്റ് ഉണ്ട്. എന്താണ് ഇതിലുള്ള വ്യത്യാസം? ദെൻ യൂണിറ്റ് 5 സ്റ്റേറ്റ് സർവീസസ് ആൻഡ് പബ്ലിക് സർവീസ് കമ്മീഷൻ. സ്റ്റേറ്റ് സർവീസ് പറഞ്ഞാൽ ഒരു സർവീസ് അല്ല, സ്റ്റേറ്റ് സർവീസസ് പലതുണ്ട്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ പലതുണ്ട്, അത് ഞാൻ എടുക്കുന്ന സമയത്ത് പറയാം. പിന്നെ PSC, പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓക്കെ, അതെല്ലാ സ്റ്റേറ്റിലും ഉണ്ട് കേട്ടോ. ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ആണ്. എല്ലാ സ്റ്റേറ്റിലും, സെൻട്രലിലെ UPSC, സ്റ്റേറ്റിലെ പബ്ലിക് സർവീസ് കമ്മീഷൻ. പിന്നെ യൂണിറ്റ് 6 സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡാണ്. യൂണിറ്റ് എങ്ങനെയാണ് പ്ലാനിംഗ് ബോർഡ്? സംസ്ഥാനത്തില് അതിലെപ്പോഴും ചെയർമാൻ മുഖ്യമന്ത്രി ആയിരിക്കും, പിന്നെ വൈസ് ചെയർമാൻ ഉണ്ടാവും. അതൊക്കെ ആ സമയത്ത് പറഞ്ഞുതരാം. യൂണിറ്റ് 7 സ്റ്റേറ്റ് ഫൈനാൻസ് കമ്മീഷൻ. നോക്കൂ, സെൻട്രൽ ഫൈനാൻസ് കമ്മീഷൻ അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 5 years. അതേ പ്രകാരം സ്റ്റേറ്റിലും ഫൈനാൻസ് കമ്മീഷൻ ഉണ്ട്. അടുത്തത് ഫൈനാൻസ് കമ്മീഷന്റെ ഓരോ റോൾ ആ സമയത്ത് ആ വിഷയം വരുമ്പോൾ പറഞ്ഞുതരാം, യൂണിറ്റ് വരുമ്പോൾ. യൂണിറ്റ് 8 സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ശ്രദ്ധിക്കണേ, സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്, സ്റ്റേറ്റിലുണ്ട് ഇലക്ഷൻ കമ്മീഷൻ. ഓരോരോ ഇലക്ടറൽ ഓഫീസേഴ്സ് ഉണ്ട്, നമ്മുടെ ഡിസ്ട്രിക്ട് വൈസ്. കാരണം എന്താ അറിയോ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ അസംബ്ലിയിലൊന്നും ഇലക്ഷൻ നടത്താൻ പറ്റില്ല. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞാൽ പഞ്ചായത്തിലെ ഇലക്ഷൻ, അങ്ങനെയൊക്കെയുള്ള മറ്റുള്ള അതർ ലെവൽ ഇലക്ഷൻ ചെയ്യാൻ പറ്റൂ. ലോകസഭ, രാജ്യസഭ, ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇതൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നമ്മുടെ സെൻട്രൽ ഇലക്ഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ചെയ്യുന്നത്. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അതായത് പഞ്ചായത്ത് രാജ് സിസ്റ്റത്തിന്റെ ഇത് അതേമാതിരിയുള്ള പലതും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ചെയ്യാൻ പറ്റൂ. അതൊക്കെ എങ്ങനെയാണെന്ന് ആ സമയത്ത് പറഞ്ഞുതരാം. യൂണിറ്റ് 9 ലോകായുക്ത്. യൂണിറ്റ് 10 ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ. യൂണിറ്റ് 11 ഡിസ്ട്രിക്ട് കലക്ടർ. ഇവിടെ ഡിസ്ട്രിക്ട് കലക്ടർ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നോർത്ത് ഇന്ത്യയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ എന്നാണ് പറയുക ഡിസ്ട്രിക്ട് കലക്ടറെ. ഇതെല്ലാം നമ്മുടെ ബ്രിട്ടീഷുകാര് വിട്ടുപോയ ചില വീടുകളാണ് ഈ കലക്ടർ. ഇതൊക്കെ മനസ്സിലായില്ലേ? അതിനെ നമ്മൾ ഫോളോ ചെയ്യുന്നു പല വീടും. ഈ കോടതിയിലായിക്കോട്ടെ, മൈ ലോഡ് എന്നൊക്കെ ഇല്ലേ, അതൊക്കെ ബ്രിട്ടീഷുകാരുടെ ആ ശൈലിയാണ് ഇപ്പോഴും നമ്മൾ വിട്ടുപോയിട്ടില്ല. അതേ ഇതിൽ നമ്മൾ പോകുന്നു. ഡിസ്ട്രിക്ട് കലക്ടർ
നോർത്ത് ഇന്ത്യയില് അത് ഡെപ്യൂട്ടി കമ്മീഷണറാണ് പലയിടത്തും. പിന്നെ യൂണിറ്റ് 12 പഞ്ചായത്തി രാജ്, അതായത് നമ്മുടെ ഹിന്ദിയില്. അതെന്താണ് അതിന്റെ പ്രാധാന്യം? പഞ്ചായത്ത് രാജിന് ആദ്യം ഇത്രയൊന്നും പ്രാധാന്യം ഇതുണ്ടായിരുന്നില്ലേ? റൂറൽ ഡെവലപ്മെന്റ് കീഴിൽ ചെറിയൊരു ഇതായിരുന്നു. ഇന്ന് ഫുൾ ഫ്ലാജ്ഡ് മിനിസ്ട്രിയാണ്. ലോട്ട് ഓഫ് പവേഴ്സ് ആർ ഗിവൺ ടു പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്. അതായത് നമ്മുടെ ഗ്രാമപഞ്ചായത്തുണ്ട്, നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തുണ്ട്, ഡിസ്ട്രിക്ട് പഞ്ചായത്തുണ്ട്, അങ്ങനെ 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 പോകുന്നു. അപ്പൊ എല്ലാവരുടെയും ഇൻവോൾവ്മെന്റ് ഉണ്ട്. സ്ത്രീകൾക്ക് സം സ്റ്റേറ്റ്സ് 50% reservation is given for ladies. So ladies empowerment, and they are also getting opportunity എങ്ങനെയാണ് ഭരിക്കേണ്ടത് എന്ന് ത്രൂ their they are getting lot of experience. ഇതേമാതിരിയുള്ള ഗ്രാമസഭയിലും മറ്റേതൊക്കെ അതേമാതിരി മുനിസിപ്പാലിറ്റി ഉണ്ട്, അതേമാതിരി മുനിസിപ്പൽ കോർപ്പറേഷൻ ഉണ്ട്. അതൊക്കെ എന്താണെന്ന് ആ സമയത്ത് പറഞ്ഞുതരാം, ആ യൂണിറ്റ് വരുമ്പോൾ. അടുത്തത് പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത് 14ാമത്തെ യൂണിറ്റ്, സെൻട്രൽ സ്റ്റേറ്റ് ലോക്കൽ അഡ്മിനിസ്ട്രേറ്റീവ് റിലേഷൻസ്. അത് എത്രത്തോളം സഫലമാണ്, എന്താണ് ഭരണഘടന പറഞ്ഞത്, അതിനെ പറ്റിയിട്ടാണ് അത്. കാരണം ഇതിൽ ചില സമയത്ത് ഒരു ദിവസം ഒരു യൂണിറ്റാണ് ചിലപ്പോൾ കവർ ചെയ്യാൻ പറ്റൂ, ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനൊക്കെ കേട്ടോ. അതേമാതിരി യൂണിറ്റ് 14 ഒരു യൂണിറ്റാണ് അന്ന് കവർ ചെയ്യാൻ പറ്റും, കാരണം അതിൽ വൈഡ് ആയിട്ടുള്ളതുണ്ട് മാറ്റർ. അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ വേറൊരു കാര്യം, നിങ്ങളുടെ അംബീഷൻ പഠിച്ച് പാസ്സാവായത് പ്രൈമറി, പക്ഷെ ഇതിലുള്ള ഇൻഡെപ്ത് നോളജ് ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് റീഡിങ് ദ ടെക്സ്റ്റ് ഈസ് വെരി 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 നെസസറി. അല്ലാതെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഏതെങ്കിലും വിധത്തിൽ മാർക്ക് കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിക്കരുതേ. പഠിച്ച് ടെക്സ്റ്റ് ബുക്ക് സപ്ലൈ ചെയ്തിരുന്ന നല്ല ടെക്സ്റ്റ് ബുക്കാണ് നമ്മുടെ ഇഗ്നുവിന്റെ. അത് വളരെ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇതാണ്. അത് നിങ്ങൾ വായിക്കണം. പരീക്ഷയുടെ തലേദിവസം മാത്രം പോരാ, വായിക്കണം. എന്നിട്ട് അതിൽ പറഞ്ഞതായ പല പല കാര്യങ്ങൾ, കാരണം പുതിയതായിട്ടുള്ള, കാരണം യു ഷുഡ് റിമെമ്പർ വൺ തിങ്, എത്രയോ യൂണിവേഴ്സിറ്റീസ് നമ്മുടെ ബുക്കുകളാണ് റെഫർ ചെയ്യുന്ന പല കുട്ടികളും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ബുക്ക് വളരെ വാല്യബിൾ ഇതാണ്, അത് വായിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും വിധത്തിൽ പരീക്ഷ എഴുതരുത്. പിന്നെ വേറൊരു ഞാൻ ഇത് ലെസണിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ ഒന്നും കൂടി ഞാൻ പറയട്ടെ. അതായത് നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അഡ്മിഷൻ വിത്തിൻ സ്റ്റിപ്പുലേറ്റ് പീരീഡ് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. അല്ലാണ്ട് ഇന്ന് ഒരു പരീക്ഷ, അല്ലെങ്കിൽ ഇപ്പൊ ജൂണിലൊരു പരീക്ഷ, ഡിസംബറിൽ വേറൊരു പരീക്ഷ, അടുത്ത ജൂണിൽ വേറൊരു പരീക്ഷ, അങ്ങനെ നിങ്ങൾ കഴിയുന്നത് ചെയ്യരുത്. എന്താ കാരണം എന്നറിയോ? എത്രത്തോളം വേഗത്തിൽ നിങ്ങൾ ഡിഗ്രിയോ, ബാച്ചിലേഴ്സ് ഡിഗ്രിയോ, മാസ്റ്റേഴ്സ് ഡിഗ്രിയോ, വേറെ എന്തെങ്കിലും ഡിഗ്രിയോ, ഡിപ്ലോമയോ പോയി PG ഡിപ്ലോമയോ, എന്താ വെച്ചാൽ ചിലപ്പോ ഇന്ന് കിട്ടുന്ന വേക്കൻസി അടുത്ത പ്രാവശ്യം കിട്ടണമെന്നില്ല. സാഹചര്യം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കില്ല, നിങ്ങൾ സാഹചര്യത്തിന് വേണ്ടി കാത്തിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലല്ലേ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റൂ. പിന്നെ ഏജ്, പല ജോബിനും ഏജ് ലിമിറ്റ് ഉണ്ട്, മറക്കരുത്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും സെൻട്രൽ ഗവൺമെന്റിന്റെയും ഒക്കെ ഓരോരോ പരീക്ഷ എഴുതുന്നതിന് ഏജ് ലിമിറ്റ്. ആ ഏജിന്റെ ഉള്ളിൽ നിങ്ങളെ പരീക്ഷകൾ എഴുതി ഓരോരോ അഡ്മിഷനും പലത് അല്ലെങ്കിൽ ജോലിയോ ഇതൊക്കെ നിങ്ങൾ സമ്പാദിക്കണം. മനസ്സിലായില്ലേ? അല്ലാണ്ട് നാളെയോ എന്ന് പറഞ്ഞ് പോസ്റ്റ്പോൺ ചെയ്താൽ ചില സമയത്ത് ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം വയസ്സ് പ്രാധാന്യമാണ് ചില അഡ്മിഷനൊക്കെ. മനസ്സിലായില്ലേ? ഇപ്പൊ UPSC ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഏജ് ലിമിറ്റ് ഉണ്ട് ഓരോരോതിന്. അപ്പൊ അതനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ നിങ്ങൾ പെട്ടെന്ന് പഠിച്ച് പാസ്സായി ദെൻ എംപ്ലോയ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക, എന്താ ചെയ്യുക. പിന്നെ വേറൊരു കാര്യം, എംപ്ലോയ്മെന്റ് കിട്ടിയാലും ശരി, നിങ്ങൾക്ക് ഇതേമാതിരിയുള്ള ഓപ്പൺ യൂണിവേഴ്സിറ്റി നിന്നൊക്കെ യു ടു അപ്ഡേറ്റ് യുവർ നോളജ് ആൻഡ് സ്കിൽ ഫോർ ദ ബെനിഫിറ്റ് ഓഫ് യുവർ ഫ്യൂച്ചർ. അല്ലാണ്ട് ഉള്ളത് കൊണ്ട് മാത്രം തൃപ്തിപ്പെടുക, അല്ലാതെ അത്യാഗ്രഹമുണ്ടെന്നല്ല പറയുന്നത്. ചില സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്നത് ക്വാളിഫിക്കേഷൻ, എക്സിസ്റ്റിംഗ് നോളേജ് അറ്റ് പ്രസന്റ് വിച്ച് യു ആർ ഹാവിങ് ഈസ് നോട്ട് സഫിഷ്യന്റ് ടു മീറ്റ് ദ ഫ്യൂച്ചർ ചാലഞ്ചസ്. ഇന്നത്തെ നിങ്ങളുടെ നോളേജും അതേമാതിരി വിദ്യാഭ്യാസം ചില സമയത്ത് ഫ്യൂച്ചറിൽ അതിന് നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് മോഡേൺ തിങ്സ്, ന്യൂ ചാലഞ്ചസ്, അതെല്ലാം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. സാഹചര്യം വരുമ്പോൾ അപ്ലൈ ചെയ്യുക, ജോലി ചെയ്യുക, നല്ല അങ്ങനെ കരിയർ ബിൽഡിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുക. ഓക്കെ, നൗ അടുത്ത് ബ്ലോക്ക് 1. ഇത് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് യൂണിറ്റ് 1 ആണിത്. ബ്ലോക്ക് 1 ആണ്, ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ് ആണ്. അതായത് യൂണിറ്റ് 1 സ്റ്റേറ്റിന്റെയും ഡിസ്ട്രിക്റ്റിന്റെയും ആണ് പറഞ്ഞത്. അപ്പൊ അതിനു മുമ്പേ നമ്മുടെ ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ് 133 BPSC 133 പറഞ്ഞതാണ് മൗര്യ വംശം
ആൻഡ് ഗുപ്തവംശം, മുഗൾ വംശം പീരീഡ്. മുഗളൊക്കെ അറിയില്ലേ, ഔറംഗസേബ്, ഇവരൊക്കെയുള്ള ബാബർ, ഇതൊക്കെ ഇല്ലേ മുഗൾ, മൗര്യ, വിക്രമാദിത്യ, അശോക, അതൊക്കെയാണ് മൗര്യന്റെ. ബ്രിട്ടീഷ് പീരീഡ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ ഒരു ബ്രീഫായിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത് ഇൻട്രൊഡക്ഷൻ. ഇവിടെ ഇന്ത്യ, ആദ്യം നമ്മളെല്ലാം ഇന്ത്യ എന്താണെന്ന് ആദ്യം അറിയണം. ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞാൽ പോരാ, ഇന്ത്യയുടെ അനവധി പ്രാധാന്യമാണ് നമ്മുടെ രാജ്യത്തിന്. അപ്പോൾ ഇന്ത്യക്കാരനായ പോരാ, ഇന്ത്യ എന്താണെന്ന് അറിയണം, അതും കൂടി പ്രാധാന്യമാണ്. മനസ്സിലായില്ലേ? സോ ഇന്ത്യ, ദാറ്റ് ഈസ് ഭാരത്, ഈസ് എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്. അതായത് ഭാരതം എന്ന് പറയുന്നത് 28 സ്റ്റേറ്റും അതേമാതിരി 9ഓളം യൂണിയൻ ടെറിട്ടറിയുള്ള ഇതാണ്. അതായത് ഫെഡറേഷൻ അല്ല, അമേരിക്ക മാതിരി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. എല്ലാം കൂടി കൂടിയതാണ് നമ്മുടെ ഭാരതം. അത് ഓർക്കണം. അങ്ങനെ ഭരണഘടനയെ പറ്റിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം കുറെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്നാണ്. എല്ലാവർക്കും പ്രാധാന്യം എല്ലാ സ്റ്റേറ്റിനും ഉണ്ട്. ഓർമ്മിക്കണം, സർദാർ വല്ലഭായ് പട്ടേല് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം അത് എത്രയോ സ്വാതന്ത്ര്യത്തിന് മുമ്പേ അതെ നമ്മുടെ ഭാരതത്തിലേക്ക് കൂട്ടി ചേർക്കാൻ വേണ്ടി അനവധി രാജാക്കന്മാരെ അല്ലെങ്കിൽ വംശം എന്താ അതിന് പറയുക, അതൊക്കെ വളരെയധികം പ്രയത്നിച്ച ആളാണ് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേൽ. പല ടെറിട്ടറിയും നമ്മുടെ ഇന്ത്യയിലേക്ക് വേണ്ടി യോജിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തൊരു അയേൺ പേഴ്സൺ ആണ് അദ്ദേഹം, സർദാർ വല്ലഭായ് പട്ടേൽ, നമ്മുടെ ഹോം മിനിസ്റ്റർ, ഓക്കെ, ഓഫ് ഇന്ത്യ, ഫോർമർ ഹോം മിനിസ്റ്റർ. ഓക്കെ, അപ്പോ നമ്മുടെ ഇവിടെ എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ, അപ്പൊ ടെറിട്ടറീസ് ഓരോരോ ഇതിനും സ്റ്റേറ്റിനും ടെറിട്ടറി ഉണ്ട്. അത് തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ഭരണഘടന ഈ പല സ്റ്റേറ്റുകൾ ഉണ്ടാക്കാനും അതേമാതിരി മെർജ് ചെയ്യാനും ഒക്കെ പല പല അധികാരങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ കംപ്രൈസസ് ദ ടെറിട്ടറീസ് ഓഫ് ദ സ്റ്റേറ്റ്. പറഞ്ഞു, യൂണിയൻ ടെറിട്ടറീസ് പറഞ്ഞു. യൂണിയൻ ടെറിട്ടറി ഏതൊക്കെ? ചണ്ഡീഗഡ്, ലക്ഷദ്വീപ്, അന്തമാൻ നിക്കോബാർ, അതേമാതിരിയുള്ള യൂണിയൻ ടെറിട്ടറീസ് ആണ്. ഓക്കെ, അപ്പോ ഇത് ലെഫ്റ്റനന്റ് ഗവർണർ ആണ് അവിടുത്തെ ഭരണാധികാരി, അപ്പോയിന്റഡ് ബൈ ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ദോ ഡെവലപ്മെന്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യൻ യൂണിയൻ ക്യാൻ ബി ട്രേസ്ഡ് ബാക്ക് ടു ദ ബ്രിട്ടീഷ്. ബ്രിട്ടീഷുകാരുടെ അതേ ഇതാണ് നമ്മൾ പലതും ഫോളോ ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിയിലായിക്കോട്ടെ, ആയമാതിരി ഇപ്പൊ നമ്മുടെ IIT ആയിക്കോട്ടെ, IM ആയിക്കോട്ടെ, നമ്മൾ പഠിക്കുന്ന ബുക്കുകൾ ഇംഗ്ലീഷിലാണ്. ബ്രിട്ടീഷുകാർ പോയാലും ശരി, ഇംഗ്ലീഷ് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. കോടതിയിൽ മുഴുവൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. മനസ്സിലായില്ലേ? അപ്പോ പലതും നമ്മൾ ആ ട്രഡീഷൻ മറന്നിട്ടില്ല, അതേമാതിരി പോകുന്നു. അപ്പോ നമ്മുടെ ഭരണം അതേ പ്രകാരമാണ്. ഒരേ വ്യത്യാസങ്ങൾ പലതുണ്ട്. ബ്രിട്ടീഷുകാരുടെ ഭരണം അല്ല നമ്മുടെ. ബ്രിട്ടീഷുകാരുടെ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, നമ്മുടെ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ ലോങ്സ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ബ്രിട്ടനിലെ യാതൊരു റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇല്ല. പക്ഷെ അത് രാജാവാണ്, രാജ്ഞിയാണ് അവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഹെഡ്. ഇവിടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് നമ്മുടെ ഹെഡ്. അപ്പോ പക്ഷെ നമ്മുടെ ഒരാൾക്കും ഭരണഘടനയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ പറ്റില്ല. പ്രധാനമന്ത്രി ആയിക്കോട്ടെ, പ്രസിഡന്റ് ആയിക്കോട്ടെ, പ്രസിഡന്റിനെ മാറ്റാൻ, ഇന്ത്യയിലത്തെ പ്രസിഡന്റിനെ മാറ്റാൻ ഒരേ ഒരു കാരണത്താൽ മാത്രമേ പറ്റൂ. കറപ്ഷന് പറ്റില്ല, വേറെ എന്തെങ്കിലും കാര്യത്തിൽ പറ്റില്ല. പക്ഷേ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നമ്മുടെ പ്രസിഡന്റിനെ പോലും മാറ്റാനുള്ള അധികാരമുണ്ട് ഭരണഘടനയിൽ. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇന്ത്യയിൽ. മനസ്സിലായില്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, ഭരണഘടനയാണല്ല, അതാണ് നമ്മുടെ സുപ്രീം ലോ ഓഫ് ദ കൺട്രി. സോ ദ ഫൗണ്ടേഷൻ ഓഫ് ദ സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ ഹാസ് ബീൻ ലേഡ് ഇൻ ദ ആൻഷ്യന്റ് ടൈംസ്. അപ്പൊ ഇതേമാതിരി എന്താണ് അഡ്മിനിസ്ട്രേഷൻ, അതൊക്കെ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഈ ഓരോരോ മൗര്യവംശം, ഗുപ്തവംശം, ഇതിലൊക്കെ ഓരോരോ ടെറിട്ടറി എങ്ങനെയായിരിക്കണം, ആരാണത്, ഇതിൻ്റെത് വൈസ്രോയി ആണോ, മറ്റേ വേറെ എന്തെങ്കിലും ആണോ, ദിവാനാണോ, അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓരോരതിലും ഓരോരോ വിധമാണ് കേട്ടോ. മൗര്യവംശത്തിൽ വേറെ വിധമാണ്, ഗുപ്തവംശത്തിൽ വേറെ വിധത്തിലാണ്, ബ്രിട്ടീഷുകാരിൽ വേറൊരു വൈസ്രോയി അപ്പോയിന്റഡ് ബൈ ദ കിങ് ഓർ ക്വീൻ ഓഫ് ബ്രിട്ടൻ ആൻഡ് കണ്ടിന്യൂഡ് ഇൻ ദ ഡിഫറെന്റ് പീരീഡ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി. നമ്മുടെ ഇന്ത്യയിൽ 5000 കൊല്ലം പഴക്കം നമ്മുടെ ഇതുള്ളതാണ് നമ്മുടെ സിവിലൈസേഷൻ. അനവധി ആളുകൾ വന്നു പോയി. ഓക്കെ, അപ്പൊ അതിൽ നമുക്ക് പലതും നമ്മുടെ എന്താ പറയണ്ടേ, റിസോഴ്സസും എല്ലാം ചില സമയത്ത് ബ്രിട്ടീഷുകാർ കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യ വളരെ പൂവറായിട്ടുള്ള ഒരു രാജ്യമായിട്ട് പരിണമിച്ചു. ഇന്ന് കാണുന്ന ഇന്ത്യ അതിനുശേഷം നമ്മുടെ പല പല ഗവൺമെന്റും
നമ്മുടെ ത്രൂ 5-year പ്ലാനും ഒക്കെ കൂടി കൊണ്ട് നമ്മൾ ബിൽഡപ്പ് ചെയ്തതാണ് ഇന്നത്തെ പ്രസന്റ് ഇന്ത്യ, ഭാരത്. ശ്രദ്ധിക്കണം. അല്ല കാരണം ബ്രിട്ടീഷുകാർ പോണ സമയത്ത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ വാസ് വെരി വെരി ലെസ്. പോവർട്ടി വാസ് ദ ദാരിദ്ര്യം. എഡ്യൂക്കേഷൻ, ഹയർ എഡ്യൂക്കേഷൻ ഇവിടെ യാതൊരു സ്ഥാപനങ്ങളും അങ്ങനെ ഉണ്ടായിരുന്നില്ല. എല്ലാം ഇവിടുന്ന് കാശുള്ളവർ പുറത്തു പോയിട്ട് പഠിക്കും. ഇവിടെ പഠിക്കാനുള്ള യൂണിവേഴ്സിറ്റീസ് വെറും ബോംബെ, കൽക്കട്ട, മദ്രാസ്, അങ്ങനെ എല്ലാവർക്കും അഡ്മിഷൻ കിട്ടും അവിടെ. ഇല്ലല്ലോ, ലിമിറ്റഡ് സീറ്റ് അല്ലേ അവിടെ ഉണ്ടാവും. അപ്പോൾ അത് ഔട്ട്സ്റ്റാൻഡിങ് ആയുള്ള ആളുകളായിരിക്കും അവിടെ ഉള്ളത്. മനസ്സിലായില്ലേ? പക്ഷെ ഇന്ന് എല്ലാ സ്ഥിതികളും മാറി. മനസ്സിലായില്ലേ? ഏകദേശം 1000 ചില്ലാൻ യൂണിവേഴ്സിറ്റി ഉണ്ട് ഇന്ത്യയിൽ ഇപ്പോ. മനസ്സിലായില്ലേ? അപ്പോ പണ്ട് 4, 5, 6, ലെസ് ദാൻ 10 ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി, അതേമാതിരിയുള്ള ചില യൂണിവേഴ്സിറ്റീസ് മാത്രമേ ഉണ്ടായിരുന്നു. 10 അതിലൊന്നും വളരെ വിരളം. ഇന്ന് ആ സ്ഥാനത്ത് 1000 ചില്ലാൻ എത്തിയിട്ടുണ്ട് യൂണിവേഴ്സിറ്റി. മനസ്സിലായില്ലേ? ഇനിയും പോരാ, യൂണിവേഴ്സിറ്റി പോരാ. അതേമാതിരി പണ്ട് IITs ഉണ്ടായിരുന്നില്ല, ഇപ്പൊ IITs ഉണ്ട്. എത്രയോ, ആദ്യം 4 IIT ഉണ്ടായിരുന്നു, ഇപ്പൊ അത് മാറിയിട്ട് 10, 18, 20 ആയിട്ടുണ്ട്. ഇപ്പോ IEM പണ്ട് 4 ഉണ്ടായിരുന്നു, ഇപ്പൊ അതും അതെ 10, 20 മീതെ പോയിട്ടുണ്ട്. അപ്പോ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഓർ മാനേജ്മെന്റ് എഡ്യൂക്കേഷൻ ആൻഡ് സയൻസ് എഡ്യൂക്കേഷൻ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, അങ്ങനെ പല പല സ്ഥാപനങ്ങളും നമ്മുടെ ഇന്ത്യ നടപ്പിലാക്കിയത് കൊണ്ടാണല്ലോ ഇന്ന് നമ്മളെ മറ്റേ ചൊവ്വയിലേക്കും ചന്ദ്രനിലേക്കും ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്, അല്ലേ? അങ്ങനെ നമ്മുടെ സ്പേസ് പ്രോഗ്രാം വളരെയധികം റിച്ച് ആണ്. അപ്പൊ അതൊക്കെ ഈ സ്ഥാപനത്തിലൂടെയാണ് ആളുകളെ ട്രെയിൻ ചെയ്തെടുക്കുന്നത്, അത് മറക്കരുത്. ഓക്കെ. പിന്നെ നമ്മുടെ persons who are studying in IIT, IM, they are excellent, world class. പക്ഷെ പ്രശ്നം ഒന്നാണ്, അതിന്ന് പാസ്സായ ആളുകള് ഇവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് വേറെ സങ്കടകരമായ കാര്യം. കാരണം അവരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഇൻഡസ്ട്രി അല്ലെങ്കിൽ പേയ്മെന്റ് ചില സമയത്ത് എംപ്ലോയർക്ക് കൊടുക്കാൻ പറ്റാതെ വരും. കാരണം എത്രയോ ലക്ഷങ്ങൾ മുടക്കിയിട്ടാണ് അവർ പഠിക്കുന്നത്. മനസ്സിലായില്ലേ? ആ പഠിച്ച അവർക്ക് അതനുസരിച്ച് ജോലി കൊടുക്കാനുള്ള ഇൻഡസ്ട്രി നമുക്ക് വേണമല്ലോ. അപ്പോ ക്യാമ്പസ് ഇന്റർവ്യൂ, ത്രൂ ക്യാമ്പസ് ഇന്റർവ്യൂ പീപ്പിൾ ആർ ഗോയിങ് അബ്രോഡ്. സോ ദർ ഇസ് എ ബ്രെയിൻ ഡ്രെയിൻ. നല്ല ആളുകളൊക്കെ പോകുന്നു. അതിന്റെ അർത്ഥം ഇവിടെ ഉള്ളവർ മോശമായുള്ളതെന്നല്ല പറയുന്നത് കേട്ടോ. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്ര IITയും IM സെറ്റപ്പ് ചെയ്തിട്ട് അത് ഇന്ത്യക്ക് എത്ര ഗുണം ചെയ്തു എന്ന് ചോദിച്ചാൽ ദർ ഈസ് എ ബ്രെയിൻ ഡ്രെയിൻ. അതായത് പുറത്തൊക്കെയാണ് പ്രയോജനം കൂടുതൽ. കാരണം നാസ, ഇതേമാതിരിയുള്ള പല പല വേൾഡ് ക്ലാസ്, ഇപ്പൊ നമ്മുടെ ഇന്ത്യയിലെ ലോക പ്രസിദ്ധമായ IT കമ്പനിയുടെ മുഴുവൻ ഹെഡ് ഇന്ത്യക്കാരനാണ്. ലോകപ്രസിദ്ധ. ഓക്കെ, പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാം കൊക്കോകോള, പണ്ട് നമ്മുടെ ഇന്ദിരാ ലൂയി അവരുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരുപടി നമ്മുടെ ആളുകളാണ് അവിടെ. അപ്പൊ അവരുടെ കോൺട്രിബ്യൂഷൻ ആ കൺട്രിക്കാണ്, നമുക്കല്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ പഠിച്ചിട്ട് അവിടേക്കാണ് പോകുന്നത്. അങ്ങനെ സ്പേസ് ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും റിസർച്ച് ആയിക്കോട്ടെ. അപ്പൊ എന്താണ് വേണ്ടത്? അതനുസരിച്ചുള്ള ജോലി നമ്മളെ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അത് സ്റ്റേറ്റിന്റെയും സെൻട്രലിന്റെയും കടമയാണ്. നൗ the district as a union of state administration has been existent in the past. പണ്ടേ ഉണ്ട് ഈ ഡിസ്ട്രിക്ട് മറ്റേതൊക്കെ. And all the succeeding imperial power, the Guptas, Mughals and the British invariably adopted the territorial pattern. ഓരോരോ സ്ഥലത്തെ ഭരണം അതേമാതിരി അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ സബ് സ്റ്റേറ്റ് ആയിട്ട് അവരോരൊന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, സബ് സ്റ്റേറ്റ് ആയിട്ട്. അപ്പോൾ ഈ മുഗൾ പീരീഡിലും അതേമാതിരി ഒക്കെ ഇത് എന്താ പറയണ്ടേ, ഇത്തരത്തിലുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു. നോ, ഡിസ്ട്രിക്ട് കലക്ടർ അന്നും ഉണ്ടായിരുന്നു. ഈ റവന്യൂ കളക്ഷൻ ഒക്കെ ഡിസ്ട്രിക്ട് കലക്ടർ അന്നും ഉണ്ടായിരുന്നു. ഇനി അടുത്തത് പറയാനുള്ളത് മൗര്യൻ ആൻഡ് ഗുപ്ത പീരിയഡ്. മൗര്യ ആൻഡ് ഗുപ്ത പീരിയഡിനെ പറ്റിയിട്ടാണ് ഇനി പറയാനുള്ളത്. ഓക്കെ, നോ. അപ്പൊ ഇന്ത്യ നമ്മുടെ ഭാരത് യൂണിയൻ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞു, യൂണിയൻ ടെറിട്ടറിയുടെ കാര്യം പറഞ്ഞു. ഗുപ്താസ് ആൻഡ് മുഗൾസ് ആൻഡ് ദ ബ്രിട്ടീഷ് invariably adopted the territorial pattern evolved by the Mauryas and അവരൊക്കെ ഈ ടെറിട്ടോറിയൽ ഈ നമ്മുടെ മൗര്യ, മുഗൾ, ബ്രിട്ടീഷ് ഇവരൊക്കെ ഓരോരോ ഏരിയ നോക്കൂ, ബോംബെ പ്രോവിൻസ്, കൽക്കട്ട പ്രോവിൻസ്, മദ്രാസ് പ്രോവിൻസ്, ഇതേമാതിരി ഓരോരോ ഏരിയ അവർ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നോ അതേമാതിരി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ ഹാവ് ബീൻ വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ്
institutional legacies of British India. ബ്രിട്ടീഷ് ഇന്ത്യയിലും ഡിസ്ട്രിക്ട് ഉണ്ട്. അതാണ് ഈ കലക്ടർ പറയുന്നത്. എല്ലാ ഇതും അവിടുന്ന് വന്നാണ് അതൊക്കെ. അങ്ങനെ ഉടലെടുത്തതാണ് ഇതെല്ലാം. അപ്പൊ ഇങ്ങനെ സോ ദ സയൻസ് ഓഫ് പൊളിറ്റിക്സ് ആൻഡ് ഗവൺമെന്റ് വാസ് മച്ച് കൾട്ടിവേറ്റഡ് ഇൻ ആൻഷ്യന്റ് ഇന്ത്യ. അപ്പൊ ഇന്ന് കാണുന്നതൊക്കെ പണ്ടത്തെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോ ദ ഫസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് ഡീലിംഗ് വിത്ത് അതിനെ പറ്റിയിട്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. അങ്ങനെ പഴയ ചില ബുക്കുകളുടെ പേരാണ്. മൗര്യൻ ആൻഡ് ഗുപ്ത പീരീഡിനെ പറ്റി പറയാം. അതായത് യെസ്, മൗര്യ ആൻഡ് ഗുപ്ത administration from the ancient period of Indian history, as they reflect the following significant features of the administration. മൗര്യ ഗുപ്ത, അതായത് പ്രോവിൻസ് അഡ്മിനിസ്ട്രേഷൻ. പ്രോവിൻസ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞാൽ കിങ്ഡം, കിങ് ആണ്, രാജാവാണ് ഏറ്റവും വലിയ ആള്. അദ്ദേഹത്തിന്റെ കീഴില് മറ്റുള്ള അല്ലെങ്കിൽ അയാളുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും ചിലപ്പോ. അതേമാതിരി അങ്ങനെ പല അദ്ദേഹം അപ്പോയിന്റ് ചെയ്യുന്ന ആളുകളായിരിക്കും. അവരുടെ ഉപദേശകരായിക്കോട്ടെ, മന്ത്രി ആയിക്കോട്ടെ, അവരുടെ ആളുകളായിരിക്കും. അതേമാതിരി അശോക ദ ഗ്രേറ്റ്, അദ്ദേഹത്തിന് 4 വൈസ്രോയമാരുണ്ടായിരുന്നു ഭരണം നോക്കാൻ. അശോകയുടെ അശോക ദ ഗ്രേറ്റ്, ഓക്കെ, അദ്ദേഹത്തിന്റെ 4 വൈസ്രോയ ഉണ്ടായിരുന്നു. അദ്ദേഹം മാത്രമല്ല, പിന്നെ there were 4 viceroys. ഹെഡ്ക്വാർട്ടേഴ്സ് നമ്മുടെ അശോകന്റെ തക്ഷശില, ഉജ്ജയിൻ, മനസ്സിലായില്ലേ, അതേമാതിരി ടോസ്ല ആൻഡ് സുവർണഗർ, അങ്ങനെയുള്ള സ്ഥലങ്ങളിലായിരുന്നു അദ്ദേഹം. ഓക്കെ, പിന്നെ മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ ഈ പ്രൊവിൻഷ്യൽ ഗവൺമെന്റ് ആ സമയത്ത് ഉണ്ടായിരുന്നു. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞാൽ ഏറ്റവും നമ്മുടെ താഴെ ലെവലിലുള്ള പഞ്ചായത്തിലുള്ള അത് അഡ്മിനിസ്ട്രേഷൻ അന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ പണ്ട് ഇതിനെ പറ്റിയിട്ട് നോർത്തിൽ എന്താ പറയുന്ന ഖുറാം, സൗത്തില് പിന്നെ അതേമാതിരി പിന്നെ ഡിസ്ട്രിക്ട്സ്, ഓക്കെ, ദെൻ ഓക്കെ അഗ്രഹാര, അങ്ങനെയുള്ള പല പല ചെറിയ 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 കൊച്ചു കൊച്ചു വില്ലേജ്. നോർത്തില് കുമ്രാൻ ആൻഡ് അതേമാതിരിയുള്ള ചില വീടുകളാണൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അതിനെ പറ്റിയിട്ട് നിങ്ങൾ ജസ്റ്റ് പുസ്തകത്തിൽ വായിച്ചാൽ മതി. ഓക്കെ, നൗ ഇനി ഇത് കഴിഞ്ഞിട്ട് പിന്നെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, ഗുപ്തയുടെ പീരീഡ്, സാമ്രാജ്യം, ആ സമയത്തില് ഓരോരോ ഡിസ്ട്രിക്റ്റിലെ നമ്പർ ഓഫ് ഡിസ്ട്രിക്ട്സ് ഫോംഡ്. അതിന്റെ പേര് ഓരോരോ ഉപരിക, വൈശ്യ, അങ്ങനെ വൈശ്യപതി, ഓക്കെ, അങ്ങനെയുള്ള ചില 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 പേരുകൾ, ഓരോരോ പേരുകൾ. അത് കഴിഞ്ഞിട്ട് വേറെ സ്റ്റാഫിന്റെ യുക്താസ്, നിയുക്താസ്, വ്യാപാരാസ്, അധികാരീസ്, ഇങ്ങനെയുള്ള പല പല എംപ്ലോയീസ് പേര്, ഓരോരോ പേര്. അത് കാര്യമായിട്ട് തന്നെ വായിച്ചാൽ മതി. ഓക്കെ, മുഗൾ പീരീഡ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. മുഗൾ പീരീഡ് അറിയാലോ നിങ്ങൾക്ക്. മുഗൾ പീരീഡിലെ സാമ്രാജ്യം, മുഗൾ സാമ്രാജ്യം ഇന്ത്യൻ ഹിസ്റ്ററി വളരെ പ്രാധാന്യമാണ്. അത് കുറെ കാലം നമ്മുടെ ഇന്ത്യ ഭരിച്ചതാണ്, അറിയില്ലേ. ഔറംഗസീബും ബാബറും ഒക്കെ, അക്ബറൊക്കെ, മനസ്സിലായില്ലേ, ഹുമയൂൺ, ഇങ്ങനെ പലരും 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 നല്ലതും ചീത്തയുണ്ട്, അതിനേക്കാളും കൂടുതൽ ചീത്ത ചെയ്തിട്ടുണ്ട്, പിന്നെ നല്ലതും ചെയ്തിട്ടുണ്ട്. അക്ബർ ദ ഗ്രേറ്റ് നല്ല കാര്യങ്ങൾ പിന്നീട് ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഷാജഹാൻ താജ്മഹൽ പണിതു, 7th വണ്ടർ ഓഫ് ദ വേൾഡ്, അങ്ങനെ ചില നല്ല കാര്യങ്ങൾ ചെയ്തു. അവർ ചെയ്ത അന്നത്തെ കൺസ്ട്രക്ട് ചെയ്ത ബിൽഡിങ്ങിനാണ് ഇന്നും സ്ഥിതി ചെയ്യുന്നത്. കുത്തബ് മീനാർ, നമ്മുടെ താജ്മഹൽ, ആഗ്ര ഫോർട്ട്, ഇതൊക്കെ അവർ പണിയെടുത്താണ് കംപ്ലീറ്റ്, മനസ്സിലായി. അല്ലാണ്ട് നമ്മള് ആരും വേർതിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനും പറ്റില്ല, മനസ്സിലായില്ലേ. അങ്ങനെയുള്ള ഒരു മധുരൈ കാമരാക്ഷി മീനാക്ഷി ക്ഷേത്രം ഒന്ന് ആലോചിച്ച് നോക്കൂ. 1000 മണ്ഡപം. അതേമാതിരി നമ്മുടെ മധ്യപ്രദേശിലുണ്ട്, പിന്നെ പലതും നമ്മുടെ ഒറീസയിലുണ്ട്. അതൊക്കെ ഹിസ്റ്റോറിക്കൽ ഇതാണ്, മോൺമെന്റ്സ് ആണ് കംപ്ലീറ്റ്. അത്തരത്തിലൊന്നും ചില സമയത്ത് ചെയ്യാനേ പറ്റില്ല. അപ്പൊ ഞാൻ ചെറിയൊരു ഉദാഹരണം, എന്റെ കാരണം ദിസ് ഓപ്പൺ ഇതാണ്, അതുകൊണ്ട് ഞാൻ പറയാണ്. യു മസ്റ്റ് ഹാവ് സീൻ ബോംബെയിൽ ആരാണ് എന്ന് വെച്ചാൽ വിക്ടോറിയ, മുംബൈ വിക്ടോറിയ ടെർമിനൽ സ്റ്റേഷൻ, ഛത്രപതി ശിവാജി റെയിൽവേ സ്റ്റേഷൻ. എന്താ അതിന്റെ കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കൂ, അതിന്റെ കൺസ്ട്രക്ഷൻ ഒന്ന് നോക്കൂ. അതേമാതിരി ഒരു ടെർമിനൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? 2 ലൈനിൽ, ഒരു ലൈനിൽ 8 പ്ലാറ്റ്ഫോം, ഒറ്റ ലൈനിൽ. അതിന്റെ അപ്പുറത്ത് എഗെയിൻ 8 or 10, ഇപ്പോഴത്തൊന്നും എനിക്കറിയില്ല, പണ്ടേ എനിക്കറിയുള്ളൂ. ഒറ്റ ഇതില് ഒരു പില്ലറ് ഒരേ സൈഡില്, അപ്പുറത്ത് 8 പ്ലാറ്റ്ഫോം ലോക്കൽ, 8 ആയിരുന്നു പണ്ട് മെയിൻ. എന്ത് ബ്യൂട്ടിയാണ് ആ
ബിൽഡിങ്ങിനെ നോക്കൂ, ഈവൻ 100-150 കൊല്ലം കഴിഞ്ഞിട്ടും പുതിയ ബിൽഡിംഗ് മാതിരി തോന്നും. അതാണ് കൺസ്ട്രക്ഷൻ ക്വാളിറ്റി. മനസ്സിലായില്ലേ? അതൊക്കെ പണ്ട് ചെയ്തതാണ്. അതൊക്കെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതാണ്. അതൊക്കെ ഹൗറ ബ്രിഡ്ജ് ബ്രിട്ടീഷുകാരുടെ അടുത്ത് ചെയ്താണ്. ഇന്നൊരു ഹൗറ ബ്രിഡ്ജ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഇന്ന് ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്ന കേട്ടോ. അങ്ങനെയല്ലേ നമ്മുടെ എഞ്ചിനീയർമാരെ മോശമായിട്ട്. ഇപ്പൊ നമ്മുടെ ശ്രീധരൻ കൊങ്കൺ റെയിൽവേ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാം മാർവലസ് ആണ്, ഗിന്നീസ് ബുക്കിൽ പോലും പേരുണ്ട്. അതല്ല ഞാൻ പറയുന്നത്. പക്ഷെ ചില കാര്യങ്ങളൊക്കെ പല മറ്റുള്ള ആളുകളും നല്ലത് ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ യെസ്, നൗ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. ഈ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന്റെ മുഗൾ ടൈംസിലത്തെ ബ്രിട്ടീഷ് അതിന്റെ സർക്കാർ അവർ പറയുന്നത് നിയറസ്റ്റ് ഈക്വലന്റ് ഓഫ് ദ ഡിസ്ട്രിക്ട് വാസ് സർക്കാർ ഡ്യൂറിംഗ് ദ മുഗൾ ടൈംസ്. ഈച്ച് സർക്കാർ വാസ് ഇത് ഓരോരോ കാര്യത്തിന് വേണ്ടി ഓരോരോ ഇത് ഡിവിഷൻ അവർ ക്രിയേറ്റ് ചെയ്തിരുന്നാണ് ചുരുക്കത്തിൽ നിങ്ങൾ ഇത് മനസ്സിലാക്കണ്ടോ. ഈ മുഗളായിക്കോട്ടെ, മൗര്യൻ ആയിക്കോട്ടെ, ആ ബ്രിട്ടീഷ് പീരീഡ് ആയിക്കോട്ടെ, ഓരോരോ റവന്യൂ കളക്ഷൻ, മറ്റേ കളക്ഷൻ, ഇതൊക്കെ നാട്ടുകാരുടെ നിന്ന് ധാന്യങ്ങൾ ശേഖരിക്കുക. അതേമാതിരി ഇതൊക്കെ രാജാവിന് എന്നിട്ട് കൊണ്ടിട്ട് വൈസ്രോയ്ക്ക് കൊണ്ടു കൊടുക്കുക, അല്ലെങ്കിൽ ബ്രിട്ടനിലേക്ക് കടത്തുക. ചായ, കാപ്പി, ഇതേമാതിരിയുള്ള പല സുഗന്ധദ്രവ്യങ്ങൾ, ഇതൊക്കെ ഉണ്ടല്ലോ. ഇവിടുന്ന് മുഴുവൻ അങ്ങോട്ട് കടത്തുക, കളക്ട് ചെയ്യുക, ഇവിടുന്ന് അത് അങ്ങോട്ട് കടത്തുക. ഇങ്ങനെയുള്ള പരിപാടികളാണ് ഓരോരോ പോർട്ട്ഫോളിയോ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി ബ്രിട്ടീഷ് പീരീഡ്. അപ്പൊ ഡ്യൂറിംഗ് ദ ഫസ്റ്റ് എൻട്രി ഓഫ് ദ ബ്രിട്ടീഷ് ഇൻ ഇന്ത്യ, ഇന്ത്യ വർ ഡിവൈഡഡ് ഇൻ സ്മോൾ ആൻഡ് ലാർജ് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്. നമ്മുടെ സ്മാളായിരുന്നു ആദ്യം നമ്മുടെ ഇന്ത്യ. ആദ്യം നമ്മൾ ബ്രിട്ടീഷുകാർ ഇവിടെ വന്ന് കുറച്ച് കോളനി ഉണ്ടായിരുന്നല്ലോ. അത് വലുതായി നമ്മുടെ ആളുകൾ അവരോടൊപ്പം കൂടി അങ്ങനെ അത് വലിയൊരു സാമ്രാജ്യമായിട്ട് പരിണമിച്ചു. അത് നിവൃത്തിയില്ല. കാരണം നമ്മുടെ ആയുധങ്ങളില്ല, അവരിലുണ്ട്. അവരുടെ നേവി ഇതെല്ലാം വളരെ പ്രസിദ്ധമാണ്. നമ്മുടെ ഒരു ചുക്കുമില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസം ഒക്കെ അവർക്കാണ്. ഇംഗ്ലീഷും മറ്റേ അതൊക്കെ അവരാണ് ഇവിടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത്. യൂണിവേഴ്സിറ്റീസ്, കോളേജ്, ഇതൊക്കെ അവർ. റെയിൽവേ ബ്രിട്ടീഷുകാരാണ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലെ ആദ്യം അറിയോ ഏതാ ആദ്യത്തെ ട്രെയിന് ഓടിയത്? ബോംബെ കുർള, മനസ്സിലായോ? അതേമാതിരി മുംബൈ, ഇപ്പോഴത്തെ മുംബൈ, ഞാൻ ബോംബെ വരുമ്പോൾ ഓർക്കണേ, മുംബൈ കുർള, ഇതൊക്കെ അവരാണ് സ്റ്റാർട്ട് ചെയ്തത് കംപ്ലീറ്റ്. ഡൽഹൌസി പ്രഭു ഉള്ള സമയത്താണ് അതൊക്കെ. അപ്പോ എല്ലാം ഒരു മോശമായിട്ടല്ല ചെയ്തിട്ടുണ്ട്, നല്ലത് പലതും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മളെപ്പോഴും തിരിച്ചറിയാനുള്ള കഴിവാണ് വേണ്ടത്. നല്ലത് എന്ത്, ചീത്ത എന്ത്. അവര് ചീത്ത ചെയ്തിട്ടുണ്ട്, അത് നല്ലത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നോ വേറൊരു കാര്യം, ബ്രിട്ടീഷ് കണ്ടിന്യൂ ടു പ്രോസസ്. ബ്രിട്ടീഷുകാർ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഓരോരോ ഏരിയ കൈയടക്കി അവരുടെ സാമ്രാജ്യം വലുതാക്കി. അത് അവരുടെ നയം. മറക്കരുത്, ഒരു കാലത്ത് അമേരിക്ക പോലും ബ്രിട്ടീഷുകാരുടെ കീഴിൽ കോളനിയിലായിരുന്നു. മറക്കരുത്. അപ്പൊ അതേമാതിരി ബ്രിട്ടീഷുകാർ അറിയാലോ, ആസ്ട്രേലിയ, ശ്രീലങ്ക, ഇതേമാതിരിയുള്ള പല കനഡ, ഇതേമാതിരിയുള്ള ഓരോരോ ഇതിലും നമ്മുടെ ബ്രിട്ടീഷുകാരുണ്ടായിരുന്നു. മനസ്സിലായില്ലേ? അതിൽ നിന്നൊക്കെ മുക്തി നേടിയിട്ടാണ് ഇപ്പൊ ഇന്നത്തെ സ്ഥിതി. മനസ്സിലായില്ലേ? അപ്പൊ എങ്ങനെ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് അറിയാലോ. മനസ്സിലായില്ലേ? അപ്പൊ അതേ പ്രകാരം ഓരോരുത്തരും അങ്ങനെ, ഇപ്പൊ ശ്രീലങ്ക ആയിക്കോട്ടെ, ഓരോന്ന് ബർമ, പണ്ട് മിയാൻമർ, ഇന്നത്തെ മിയാൻമർ ബർമയായിരുന്നു. അതൊക്കെ അങ്ങനെ മാറി മറിഞ്ഞ് പോയി. ഓക്കെ, പ്രോവിൻസസ് അണ്ടർ ദ പണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഗവർണർ ഉണ്ടായിരുന്നു, എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്നു, ലെഫ്റ്റനന്റ് ഗവർണർ ഉണ്ടായിരുന്നു, ചീഫ് കമ്മീഷണർ. അതെന്നെയാണ് ഇന്നും ഫോളോ ചെയ്യുന്നത്. ഇന്ന് ഗവർണറില്ലേ, ലെഫ്റ്റനന്റ് ഗവർണറില്ലേ, ചീഫ് കമ്മീഷണറില്ലേ, അതിന് ഇന്നും ഫോളോ ചെയ്യുന്നത്. അന്നും അവര് ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ നിങ്ങൾ ഓർത്താൽ മതി. നൗ അങ്ങനെ 1953 ഇനിതാ പ്രവേശിക്കുന്നു മറ്റേ ഇന്ത്യയുടെ കാര്യം. 1953 നമ്മുടെ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മിറ്റി, അതായത് എങ്ങനെ സ്റ്റേറ്റുകൾ വേണമെന്ന് അതിനൊരു സമിതി രൂപീകരിച്ചു. ഫസഫ് അലി കുൻസ്രു, KM പണിക്കർ. 1955 അവര് റീഓർഗനൈസേഷൻ, ഓരോരോ സ്റ്റേറ്റ് എങ്ങനെ, ആന്ധ്ര എങ്ങനെ വേണം, തമിഴ്നാട് എങ്ങനെ വേണം, കേരള വേണം, എങ്ങനെയൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട്, കേരള പിന്നീടാണ് വന്നേ. സോ മെനി റീഓർഗനൈസേഷൻ ഓഫ് ദ സ്റ്റേറ്റ്സ്, അത് ഭരണഘടനയിലുണ്ട്, ഓരോ സ്റ്റേറ്റ് ഉണ്ടാക്കാനൊക്കെ. അതാണല്ലോ പണ്ട് ഉത്തർപ്രദേശിനെ മുറിച്ച് ഉത്തരാഖണ്ഡും ജാർഖണ്ഡും ആക്കി, ബീഹാറിന്റെ ഒരു പാർട്ട്, അങ്ങനെ ഛത്തീസ്ഗഡ്, മധ്യപ്രദേശിനെ മാറ്റി, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അതിനൊക്കെ ഭരണഘടന അനുവദിച്ചിട്ടുണ്ട്. 2/3 മെജോറിറ്റി വേണം കേട്ടോ ഭരണഘടന ഇത് ചെയ്യാൻ. പിന്നെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്. ആരാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷണൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്? ഫെഡറേഷൻ. Government of India Act 1935 had a plan to introduce federal system of, എന്താ ഫെഡറൽ പറഞ്ഞ, സെൻട്രലും സ്റ്റേറ്റിലും, അതാണ് ഫെഡറൽ. സ്റ്റേറ്റില് സെൻട്രലില് നോക്കൂ, സെൻട്രൽ ഗവൺമെന്റ് ഉണ്ട്, നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ട്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ്, അതാണ് ഫെഡറൽ സിസ്റ്റം. ഓക്കെ, സോ അങ്ങനെയാണ്
പിന്നെ യെസ്, വേറെ എന്താ പറയേണ്ടത്? പിന്നെ വേറൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ദി മെഷീനറി ത്രൂ വിച്ച് നമ്മുടെ സ്റ്റേറ്റിന്റെ ആരാ ഹെഡ്? ഗവർണറാണ്, അപ്പോയിന്റഡ് ബൈ രാഷ്ട്രപതി, പ്രസിഡന്റ് നോമിനിയാണ് നമ്മുടെ ഗവർണർ. അങ്ങനെ ഫെഡറൽ സ്കീമാണ്, ഫെഡറൽ സ്ട്രക്ചറാണ് ഇന്ത്യ. അപ്പൊ അങ്ങനെ നമ്മൾ 1935 പിന്നെ കുഡ് നോട്ട് ബി റിലീസ്ഡ് ഡ്യൂ ടു അത് പോട്ടെ, സെക്കൻഡ് വേൾഡ് വാർ ആയിരുന്നു. 250 ഇതിലെ യൂണിയൻ എക്സിക്യൂട്ടീവ് ആർട്ടിക്കിൾ 3 പ്രസിഡന്റിന്റെ പവർ, അതേമാതിരി സ്റ്റേറ്റിന്റെ എന്താണ് പവർ, ചീഫ് മിനിസ്റ്ററുടെ എന്താ പവർ, കൗൺസിൽ ഓഫ് മിനിസ്റ്ററുടെ എന്താ പവർ, അതായത് ഗവർണറുടെ പവർ എന്താണ്, പ്രസിഡന്റിന്റെ പവർ എന്താണ്, പ്രൈം മിനിസ്റ്ററുടെ പവർ എന്താണ്, ഇതൊക്കെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപ്രകാരമാണ് നമ്മൾ ചെയ്യാൻ പറ്റൂ. ഇനി അടുത്ത് വരുന്ന ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. ഇതാ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഞാൻ പറഞ്ഞു ഓരോരത്. ഇവിടെ പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മൗര്യാസ് who built up their imperial system in the country were the first to constitute the district as the most prominent territorial unit. ഡിസ്ട്രിക്ട് ആണ് ഭരണത്തിലെ ഓരോരോ ഡിസ്ട്രിക്ട് കൂടിയതല്ലേ നമ്മുടെ സംസ്ഥാനം. ഓരോ സംസ്ഥാനം ഡിസ്ട്രിക്റ്റിന്റെ ഭരണത്തിന്റെ അധിപനാണ് നമ്മുടെ കലക്ടർ. ഓക്കെ, ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ വളരെ ടഫ് ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കണം. കാരണം എല്ലാ ഗവൺമെന്റ് പോളിസി ഇംപ്ലിമെന്റ് ത്രൂ കലക്ടറാണ് ഡിസ്ട്രിക്റ്റില്, ഓരോ ഡിസ്ട്രിക്റ്റില്. അപ്പൊ വളരെ ഇവരെല്ലാം ES ആണ്, സിവിൽ സർവീസിൽ ഇതാണ്. ഓക്കെ, നോ പണ്ട് ഈ ഇവരെ എന്താ പിന്നെ സിംഗിൾ ഓഫീസർ ക്രിയേറ്റഡ് രാജുക്ക എന്നാണ് മൗര്യവംശ ടൈമിലെ ഈ കലക്ടറെ രാജുക്ക എന്നാണ് പറഞ്ഞു തരുന്നത്. പിന്നെ അതേമാതിരി ബ്രിട്ടീഷുകാര് അവരും അത് ഓരോരോ വിധത്തിലുള്ള വേറൊരു എന്താ പറയണ്ടേ ഡിസ്ട്രിക്ട് ഓഫീസർ എന്നാണ് പറഞ്ഞത്. അങ്ങനെ പലതും മാറ്റങ്ങൾ സംഭവിച്ചു. അങ്ങനെ ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ അങ്ങനെ പലതും വന്നു. ഇനി ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഓഫീസ്. ഡിസ്ട്രിക്ട് കളക്ടറുടെ ഓഫീസ് വളരെ പ്രധാനപ്പെട്ടമായ ഒരു ഇതാണ്. അതേമാതിരി 1965 ഈസ്റ്റ് ഇന്ത്യ 1765 ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതേമാതിരി അറിയാലോ നമ്മുടെ ഇന്ത്യയിൽ വന്നത് പല കാര്യങ്ങളൊക്കെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്തെല്ലാം ചെയ്തതെന്നൊക്കെ. അതേമാതിരി ഡ്യുവൽ അഡ്മിനിസ്ട്രേഷൻ, നമ്മുടെ അതിനെ പറ്റിയിട്ടും ഡിസ്ട്രിക്റ്റിന്റെ അഡ്മിനിസ്ട്രേഷൻ, മറ്റുള്ളവരുടെ വൈസ്രോയുടെ വേറൊരു ഭരണം, ഡിസ്ട്രിക്റ്റിന്റെ വേറൊരു ഭരണം, അങ്ങനെ ബംഗാളത്തെ ഗവർണർ, അതൊക്കെ അവരെ അപ്പോയിന്റ് ചെയ്തതാണ്. നമ്മുടെ വാറൻ ഹേസ്റ്റിംഗ് ഓരോരോ പ്രഭു, കർസൻ പ്രഭു, വെല്ലിസ്ലി പ്രഭു, ഡൽഹൌസി പ്രഭു, ഇതേമാതിരി ഓരോരുത്തർ ഭരണപരിഷ്കാരം ഇവിടെ നടത്താക്കിയതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിലും അതെ കോർട്ട് ഓഫ് കലക്ടേഴ്സ് ഉണ്ടായിരുന്നു. അതേമാതിരി കലക്ടർ ആക്ച്വലി പ്രിസൈഡഡ് ഓവർ ദ സിവിൽ കോർട്ട്. ഓരോരോ സമയത്ത് ഓരോരോ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം നിങ്ങൾ വായിച്ചാൽ മതി. കാരണം അതും ഇന്നത്തെയും കൂടി താരതമ്യപ്പെടുത്തരുത്. ഓഫീസ് ഓഫ് ദ ഡിസ്ട്രിക്ട് കളക്ടർ survived historic role change from an to align regime to the national distinct. അപ്പൊ കളക്ടറുടെ പ്രാധാന്യം വളരെ നല്ലതാണ്. ഒരു സ്റ്റേറ്റിലെ ഡിസ്ട്രിക്റ്റിലെ അവരുടെ ഭരണം വളരെ നല്ലതായിരിക്കണം. പിന്നെ അടുത്ത്, in ancient India big empires were divided into provinces and districts for the sake of administrative economy. അതായത് ഭരണം നിലനിർത്താൻ വേണ്ടി, നല്ല ഭരണം കാഴ്ചവെക്കാൻ വേണ്ടി പണ്ടത്തെ രാജാക്കന്മാരും നമ്മുടെ പ്രോവിൻസസിനെ ഡിവൈഡ് ചെയ്ത് നല്ല ഭരണം കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ഡിസ്ട്രിക്ട് ആയിക്കോട്ടെ, പ്രോവിൻസ് ആയിട്ട്, ഈസ്റ്റേൺ പ്രോവിൻസ്, വെസ്റ്റേൺ പ്രോവിൻസ്, സെൻട്രൽ പ്രോവിൻസ് എന്നൊക്കെ പറയട്ടെ. അതേമാതിരി ഗവർണർ ഓഫ് ദ പ്രോവിൻസസ് വേർ ദ ചീഫ് ചാനൽസ് ഓഫ് ദ കമ്മ്യൂണിക്കേഷൻ CATION ഗവർണർ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗവർണറാണല്ലോ ഓരോ സ്ഥലത്ത് അവർ ചീഫ്, ഓരോരോ നയങ്ങളും സെൻട്രൽ ഗവൺമെന്റ് നയങ്ങളും ഒക്കെ പല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അവരും അതെ പണ്ടും അതെ ഗവർണറാണ് ഈ കമ്മ്യൂണിക്കേഷൻ ചാനല് ഇംപ്ലിമെന്റ് ചെയ്തതാണ്. ഗവൺമെന്റ് ഈസ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ഡ്യൂറിംഗ് ദ മുഗൾ പീരിയഡ് as well. The whole kingdom was divided into province. മുഗൾ സാമ്രാജ്യ ടൈമില് എല്ലാ പ്രോവിൻസും ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ district administration as an agent of the state assumed the responsibility of acting as a catalyst. സ്റ്റേറ്റിന്റെ വളരെ പ്രാധാന്യമുണ്ട്. ആൻഡ് സ്റ്റേറ്റിന്റെ നോക്കുള്ളൂ, പല സ്റ്റേറ്റുകളും വലുതാണ്, ചെറുതാണ്. പക്ഷെ വലുതും ചെറുതും എല്ലാം ഭരണഘടന പ്രകാരം എല്ലാവരും ഈക്വൽ ആണ്. മനസ്സിലായില്ലേ? ആസ് എ കാറ്റലിസ്റ്റ് ആൻഡ് ഫങ്ഷനിങ് ആസ് എ കസ്റ്റോഡിയൻ, ഇൻഷൂറർ, പ്രൊട്ടക്ടർ ആൻഡ് വാച്ച് ഡോഗ് ഓഫ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ വീക്കർ സെക്ഷൻ. ജനങ്ങളുടെ സേവനം,
മനസ്സിലായില്ലേ? ആൻഡ് വെൽഫെയർ ഓഫ് ഡൗൺ ട്രഡൻ, സാധുക്കളെ, ദരിദ്രരെ എല്ലാം നമ്മൾ കെയർ ചെയ്യേണ്ടത് വിത്ത് ഡെവലപ്മെന്റ് ഓറിയന്റേഷൻ. അങ്ങനെ ഡെവലപ്മെന്റ് ഓറിയന്റേഷൻ കാഴ്ചപ്പാട് വേണം, നമുക്കൊരു വിഷൻ വേണം. ഓക്കെ, ഇമ്പോർട്ടന്റ് പോയിന്റ്. കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻ ടു പ്രൊവിൻസസ്. The provisional governor usually belonged to the royal family and was appointed directly. രാജാവാണ് ഈ പ്രൊവിൻഷ്യൽ ഗവർണറെ പണ്ട് ഈ അപ്പോയിന്റ് ചെയ്തത് മുഗൾ സാമ്രാജ്യത്തിലും ഗുപ്ത സാമ്രാജ്യത്തിലും. പ്രൊവിൻഷ്യൽ വൈസ്രോയ്സ് ഓഫ് ദ മൗര്യൻ എംപയർ, മൗര്യ സാമ്രാജ്യം, were generally assisted by the council of ministers. council of ministers അറിയില്ലേ, മന്ത്രിസഭ. ഗുപ്താസ് ചേഞ്ച് ദ പാറ്റേൺ ഓഫ് പ്രൊവിൻഷ്യൽ. ഗുപ്ത ചില മാറ്റങ്ങൾ വരുത്തി. അത് ഓരോരുത്തരും ഓരോ മാറ്റങ്ങൾ വരുത്തല്ലോ, നമ്മൾ മാറ്റങ്ങൾ വരുത്തുന്നില്ല ഓരോ സമയത്ത്. ഗുപ്ത എംപറേഴ്സ് അപ്പോയിന്റഡ്, ചക്രവർത്തി, ഓക്കെ, അപ്പോയിന്റഡ് അക്ബർ ചക്രവർത്തി, അതേമാതിരി അശോക ചക്രവർത്തി. കാരണം എന്താ അറിയോ, ദ ഗ്രേറ്റ്, ഏറ്റവും മഹത്തായ സേവനം ചെയ്ത ആളുകളാണ്. അപ്പോയിന്റഡ് ദ മോസ്റ്റ് കോമ്പറ്റന്റ് പേഴ്സൺ ആസ് എ പ്രൊവിൻഷ്യൽ ഗവർണർ. നല്ല കഴിവുള്ള ആളുകളെ മാത്രമേ ഗവർണറായിട്ട് അപ്പോയിന്റ് ചെയ്യൂ. ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ വാസ് വെൽ ഓർഗനൈസ്ഡ് ഡ്യൂറിംഗ് ഗുപ്ത പീരിയഡ്. ഗുപ്ത പീരിയഡ് അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് 113. അത് വായിക്കുക. ഗുപ്ത പീരിയഡിൽ നമ്മുടെ ലോക്കൽ പഞ്ചായത്ത് വളരെയധികം വികസിച്ചു. ഇനി യൂണിറ്റ് 2 ബ്ലോക്ക് 2 സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ. സ്റ്റേറ്റ് ആൻഡ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ യൂണിറ്റ് 2 കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊഫൈൽ ഓഫ് ദ അഡ്മിനിസ്ട്രേഷൻ, പവേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. അതായത് ഭരണഘടന പ്രകാരം സ്റ്റേറ്റിന്റെ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ്, അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പവർ എന്താണ്, ഗവർണറുടെ പവർ എന്താണ്, റോൾ എന്താണ്, ലെജിസ്ലേറ്റർ പറഞ്ഞ എന്താണ്, കൗൺസിൽ ഓഫ് മിനിസ്റ്റർ പറഞ്ഞ എന്താണ്, ചീഫ് മിനിസ്റ്റർ മുഖ്യമന്ത്രി പറഞ്ഞാൽ എന്താണ്. അപ്പോ ഇതിനെ പറ്റിയിട്ടാണ് അടുത്തത് പറയുന്നത്. ഓക്കെ, ദി ഫസ്റ്റ് the very first article of the constitution says that India, നോക്കൂ, the very first article of our constitution says India, that is Bharat shall be, പറഞ്ഞു. The word union, അപ്പൊ തെറ്റിദ്ധരിക്കരുത്, ഇവിടെ നമ്മുടെ ഫെഡറേഷൻ ആണെന്ന് മറക്കരുത്. ഫെഡറൽ സിസ്റ്റം ആണ്. അമേരിക്കയിലെ ഫെഡറേഷൻ ആണ്. ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. നോക്കൂ, ദ വേർഡ് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ദ വേർഡ് യൂണിയൻ ഹാസ് ബീൻ യൂസ്ഡ് ടു മീൻ ഫെഡറേഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് USA. നമ്മുടെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്, ഫെഡറേഷൻ അല്ല. അടുത്ത്, ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് സെവറൽ ഫീച്ചേഴ്സ് ഓഫ് എ ഫെഡറേഷൻ ലൈക്ക് ദ ഡ്യുവൽ ഗവൺമെന്റ്. എന്താ, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റ്, അതാണ് ഡ്യുവൽ ഗവൺമെന്റ്. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പവർ, സ്റ്റേറ്റ് എന്താ ചെയ്യേണ്ടത്, സെൻട്രൽ എന്താ ചെയ്യേണ്ടത് പറഞ്ഞിട്ടുണ്ട്, ബിറ്റ്വീൻ സ്റ്റേറ്റ് ആൻഡ് സുപ്രമസി ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, അത് നമ്മുടെ സെൻട്രലിനാണ്, ഭരണഘടന ഇടത് സുപ്രീം കോർട്ടാണ്. ആൻഡ് ഫൈനൽ അതോറിറ്റി ഓഫ് കോർട്ട്സ് സുപ്രീം കോർട്ടാണ്. ടു ഇന്റർപ്രറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ സുപ്രീം കോർട്ടാണ്. അപ്പൊ ജുഡീഷ്യറി വേറെയാണ്, മറ്റേ എക്സിക്യൂട്ടീവ് വേറെയാണ്, ലെജിസ്ലേറ്റീവ് വേറെയാണ്, പാർലമെന്റ്, ഇതൊക്കെ. there are several unitary features like a unified judicial. അതായത് ഇന്ത്യ അതേമാതിരി ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണെങ്കിലും പക്ഷേ ചില കാര്യങ്ങൾ ഇന്ത്യ ഒന്നാണ്. അതായത് ജുഡീഷ്യറിയിലെ ഒറ്റ ജുഡീഷ്യറി. എന്ത് ജുഡീഷ്യറി? നിങ്ങളിപ്പോ ഹൈക്കോടതി ഉണ്ട് മറ്റേത്, പക്ഷെ സുപ്രീം കോടതി നമ്മുടെ പ്രസിഡന്റ് അല്ല അപ്പോയിന്റ് ചെയ്യുന്നത് ഹൈക്കോടതി ജഡ്ജി. മനസ്സിലായില്ലേ? ചീഫ് ജസ്റ്റിസിനെ അപ്പോയിന്റ് നമ്മുടെ സുപ്രീം കോടതി ജഡ്ജിയാണ്. സുപ്രീം കോടതി ജഡ്ജിയെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. അപ്പൊ ജുഡീഷ്യറി നമ്മുടെ യൂണിറ്ററി ഫംഗ്ഷൻ ആണ്. യൂണിറ്ററി വളരെ സെൻട്രൽ ആയിട്ടുള്ള ഇതാണത്. ഇന്റഗ്രേറ്റീവ് ഇലക്ഷൻ സെൻട്രൽ നമ്മുടെ ഇലക്ഷൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. പാർലമെന്റ്, രാജ്യസഭ, ലോകസഭ, നമ്മുടെ സ്റ്റേറ്റ് അസംബ്ലി, പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ ഇലക്ഷൻ, വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഇലക്ഷൻ, ഇതെല്ലാം പിന്നെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇലക്ഷൻ, ഇതെല്ലാം നടത്തുന്ന നമ്മുടെ ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ്. പിന്നെ ഡ്യൂ ടു ദിസ് ഫീച്ചർ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ലേസ് ഡൗൺ എ ക്വാസി ഫെഡറൽ സിസ്റ്റം. അപ്പൊ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഗവൺമെന്റിന്റെ രണ്ട് പ്രവർത്തനമാണ്. എല്ലാ ഗവൺമെന്റും അതാത് റോളുണ്ട്, അതൊക്കെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. ആ റോളിന് അപ്പുറം പോരുത്. അത് നോക്കാനാണ് ഗവർണർ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഗവർണർ അപ്പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ പ്രസിഡന്റാണ്. അപ്പോ ഭരണഘടന പ്രകാരം എല്ലാം ചെയ്യുന്നുണ്ടോ, ഓത്തെടുക്കുന്നുണ്ടോ, ഇതെല്ലാം നോക്കേണ്ടത് ഗവർണറുടെ ചുമതലയാണ്. ഇല്ല എങ്കിൽ സെൻട്രൽ ഗവൺമെന്റിനെ അറിയിക്കണം. ഓക്കെ, സൂപ്രണ്ടന്റ്, അതേമാതിരി സൂപ്പർവിഷൻ. പവർ ഓഫ് സ്റ്റേറ്റ് ലിസ്റ്റ് നോക്കൂ, നമ്മുടെ 3 ലിസ്റ്റ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞതാ തോന്നുന്നുണ്ട്. നോക്കൂ, അതായത് ചിലത് സെൻട്രൽ യൂണിയൻ ലിസ്റ്റ്. ആദ്യം യൂണിയൻ ലിസ്റ്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നത്. എന്താണ് സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ? നോക്കൂ,
ആർമി, നേവി, എയർഫോഴ്സ്. ഇതിൽ ഞാൻ സ്റ്റേറ്റിന്റെ മീതെയാണ് യൂണിയൻ. ഇതിൽ പറയാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. യൂണിയൻ ഗവൺമെന്റ് കീഴിൽ വരുന്നതാണ് ആർമി, നേവി, എയർഫോഴ്സ്, റെയിൽവേസ്, പാസ്പോർട്ട്, നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ്, അംബാസഡർ അപ്പോയിന്റ്മെന്റ്, നമ്മുടെ സെൻട്രൽ എക്സൈസ്, ഇൻകം ടാക്സ്, അറ്റോമിക് എനർജി, സ്പേസ്, ഇതൊക്കെ വരുന്നത് സെൻട്രൽ ഗവൺമെന്റ് കീഴിലാണ് വരുന്നത്. ഒരുപടി വരുന്നുണ്ട്. 96 സബ്ജക്റ്റ് ഉണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നത്. ഒരുപടി ഉണ്ട്. ഞാൻ കുറച്ച് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. സ്റ്റേറ്റിന്റെ കൂടുതൽ വേണമെങ്കിൽ പിന്നീട് പറഞ്ഞുതരാം. 96ഓളം ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ. സെൻട്രൽ എക്സൈസ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഇതിന്റെ കീഴിൽ വരുന്നതാണ് നമ്മുടെ. ഇനി സ്റ്റേറ്റിന്റെ ലിസ്റ്റിൽ വരുന്നതാണ് 66 ഉണ്ട്. ഇതിൽ 65 കാണിച്ചിരുന്നത്. അതെന്താണ്? ലോ ആൻഡ് ഓർഡർ ഓഫ് ദ സ്റ്റേറ്റ്, അഗ്രികൾച്ചർ, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, റേഷൻ ഷോപ്പിലൊക്കെ ഇല്ലേ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, ജയിൽ, വാട്ടർ സപ്ലൈ, ഇറിഗേഷൻ, മനസ്സിലായില്ലേ? ഇതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ്. വെൽഫെയർ, ജനങ്ങളുടെ വെൽഫെയർ, ഈക്വൽ മിനിമം വേജസ്, ഇതൊക്കെ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യണം. 66 സബ്ജക്റ്റ് ഉണ്ട് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ. ഇതാ വരണം അടുത്തത്. വേറെ കൺകറന്റ് ലിസ്റ്റ്. സ്റ്റേറ്റിന്റെയും സെൻട്രലിന്റെയും അല്ല, അതില് ഈ 2 പേർക്കും കൂടി അല്ലാത്തതിന്റെ ഇടയിൽ വരുന്ന ചില കാര്യങ്ങളുണ്ട്. അതാണ് കൺകറന്റ് ലിസ്റ്റ്. 46ഓളം ഇതുണ്ട്. അതെന്താ കൺകറന്റ് ലിസ്റ്റ്? മാരേജ്. സെൻട്രലിന്റെ അല്ല, സ്റ്റേറ്റിന്റെ അല്ല. ഒരു മിനിറ്റ്. സപ്പോസ് ഈ ഗേൾ ക്യാൻ മാരി ഫ്രം കർണാടക, ഹസ്ബൻഡ് ഈസ് ഫ്രം മണിപ്പൂർ. അപ്പൊ എങ്ങനെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് റൂൾ ഇതെടുക്കുക? അപ്പൊ അതാണ് കൺകറന്റ് ലിസ്റ്റ്. മാരേജ്, ഡൈവേഴ്സ്, ഇതൊക്കെ ഉണ്ടല്ലോ, ക്രിമിനൽ കേസസ്. അത് ചിലപ്പോ ഇവിടെ ഒരാൾ കുത്തി കൊന്നിട്ട് അടുത്ത സ്റ്റേറ്റ് പോയാലോ, അപ്പൊ അത് കൺകറന്റ് ലിസ്റ്റ് വരും. പിന്നെ വേറൊന്ന് കൺകറന്റ് ലിസ്റ്റിൽ 46ഓളം ഉണ്ട്. ഫോറസ്റ്റ്, എൻവയോൺമെന്റ് ഇത് കൺകറന്റ് ലിസ്റ്റിലാണ്. ഇന്റർ സ്റ്റേറ്റ് വാട്ടർ, നോക്കൂ, നമ്മുടെ ഗംഗാ നദിയുടെ അയ്യോ ഈ വെള്ളം കീപ്പിട്ട് ഒഴുകാൻ പാടില്ല, ഞങ്ങനെ വേണം പറഞ്ഞാൽ ഉത്തർപ്രദേശിന് പറയാൻ പറ്റുമോ? ഉത്തർപ്രദേശ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, അങ്ങനെ അനവധി സ്റ്റേറ്റിന് അധികാരപ്പെട്ടതല്ലേ ഗംഗാ നദി. ടേക്ക് ദി എക്സാമ്പിൾ കാവേരി റിവർ ആരുടെയും സ്വന്തമല്ല. ഉത്ഭവിക്കുന്നത് നമ്മുടെ കർണാടകയിൽ നിന്നാണെങ്കിലും 4 സ്റ്റേറ്റിന് അധികാരപ്പെട്ടതാണ്: പോണ്ടിച്ചേരി, കേരള, തമിഴ്നാട്, കർണാടക. അപ്പൊ അത്തരത്തിലാവുമ്പോൾ കൺകറന്റ് ലിസ്റ്റ് വരും. ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ്, അങ്ങനെ പലതും ഉണ്ട്. അപ്പൊ അത് കൺകറന്റ് ലിസ്റ്റ് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റും കൂടി എടുക്കേണ്ട ഇതാണ്, ഓരോരോ ഇതാണ്. അപ്പൊ ഇതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. സ്റ്റേറ്റ് ലിസ്റ്റ്, സെൻട്രൽ ലിസ്റ്റ്. അപ്പോ ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഇതാണ്. പിന്നെ നോക്കൂ, നമ്മുടെ ഈ സെൻട്രൽ ലിസ്റ്റ് വരുമ്പോ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, കോയിൻ, നമ്മുടെ നോട്ട്, ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരുന്നതാണ് കേട്ടോ. പിന്നെ അടുത്തത് കൺകറന്റ് ലിസ്റ്റിൽ ഏതൊക്കെയാണ്? മാരേജ് ഞാൻ പറഞ്ഞു. എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റ് ആണ് കേട്ടോ. എഡ്യൂക്കേഷൻ, ലേബർ, കാരണം എന്താ അറിയോ, ലേബർ ഇവിടെ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് മറ്റുള്ളിടത്തുണ്ടാവും, മറ്റുള്ള സ്റ്റേറ്റിലുണ്ടാവും. അപ്പൊ ലേബറും അതെ. ഇനി റൂൾ ഓഫ് വേറെ ഏതാ? എഡ്യൂക്കേഷൻ, സിവിൽ പ്രൊസീജിയർ ഞാൻ പറഞ്ഞു, ക്രൈം, ഇൻഷുറൻസ്, അത് കൺകറന്റ് ലിസ്റ്റ് ആണ്. ഇൻഷുറൻസ് എവിടെയാ പോലെ ഇൻഷുറൻസ്, ഒരു ബിൽഡിംഗ്, ഒരു ഓഫീസ് എവിടെയാണെന്ന് വെച്ചാൽ വേറെ അതിന്റെ ഓഫീസ് വേറെ എവിടെയെങ്കിലും ഉണ്ടാവല്ലോ, അത്. അപ്പോ അതും അപ്പൊ അങ്ങനെ നിങ്ങൾ മറക്കേണ്ടതാ. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് പറഞ്ഞല്ലോ. യൂണിയൻ ലിസ്റ്റ് 96 ഏകദേശം, അത് മേപ്പെട്ട് കീപ്പിട്ട് പോയിക്കൊണ്ടിരിക്കും, ചില സമയത്ത് മാറ്റങ്ങൾ വരും. പിന്നെ സ്റ്റേറ്റ് ലിസ്റ്റ് 66, അതിലും മാറ്റങ്ങൾ ചിലപ്പോൾ 67 ആവും, 68 ആവും. കൺകറന്റ് ലിസ്റ്റ് 46, അത് ചിലപ്പോൾ 50 ആവും. എന്താ അറിയോ, ചില സമയത്ത് ഭരണഘടന അങ്ങോട്ടും ഇങ്ങോട്ടും ആഡ് ചെയ്യും ചില സമയത്ത്. പണ്ട് ചിലത് ഇതിലില്ലാത്ത അതിലിടും. ഇനി റോൾ ഓഫ് ദ ഗവർണർ. ഒരു സ്റ്റേറ്റിന്റെ ഇത് ഏറ്റവും സുപ്രീമാണ് ഗവർണർ. അയാൾ അപ്പോയിന്റ് ചെയ്യുന്ന പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് റെപ്രസെന്റേറ്റീവ് ആണ്. അയാൾക്ക് അനവധി അധികാരങ്ങളുണ്ട്, അയാൾക്ക് ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. മാത്രമല്ല അയാള് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലറാണ് പലതും. പക്ഷെ ചില സ്റ്റേറ്റുകൾ ഇപ്പോ അവരുടെ ക്യാബിനറ്റ് എല്ലാം നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ ഗവർണർ അല്ല, ഗവൺമെന്റ് ആണ് ഡിസിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇതുണ്ട്. പക്ഷേ എല്ലാ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെയും സാധാരണ ചാൻസലർ ഗവർണറാണ്. ഗവർണർക്ക് അനവധി അധികാരമുണ്ട്.
ചീഫ് മിനിസ്റ്റർക്ക് ഓത്ത് കൊടുക്കുന്നത് ഗവർണറാണ്. നമ്മുടെ മന്ത്രിസഭയെ ഡിസ്മിസ് ചെയ്യാനുള്ള അധികാരം ഗവർണർക്കേ ഉള്ളൂ. കാരണം നമ്മുടെ ചീഫ് മിനിസ്റ്റർക്ക് റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളൂ ഗവർണറോട്. അതിനെ മന്ത്രിസഭയെ പിരിച്ചുവിടാൻ റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. ഗവർണറാണ് പിരിച്ചുവിടുക. ഡിസൊല്യൂഷൻ ഓഫ് ദ അസംബ്ലി, അതായത് ഡിസ്മിസൽ. ഡിസ്മിസൽ ഉണ്ട്. ഡിസ്മിസൽ എന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ഭയങ്കരമാണ്. ചീഫ് മിനിസ്റ്റർ രാജിവെക്കുന്നില്ല ശരിക്കും. ലോ ആൻഡ് ഓർഡർ ഭയങ്കര മുഴുവൻ കത്തിക്കലും മറ്റേതൊക്കെയാണ്, ആളുകൾ മരിക്കുകയൊക്കെയാണ് വിചാരിക്കുക. ചീഫ് മിനിസ്റ്റർ രാജിവെക്കുന്നില്ല. ഡിസ്മിസ് ചെയ്യാൻ പറ്റും, റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഹോം ഡിപ്പാർട്ട്മെന്റ്, ഹോം ഓഫീസ്, അവർക്ക് റെക്കമെൻഡ് ചെയ്യാം. കാരണം സിറ്റുവേഷൻ ബിയോണ്ട് കൺട്രോൾ ഈ മിനിസ്റ്ററെ ഡിസ്മിസ് ചെയ്യുന്നിട്ട് പ്രസിഡന്റ് റൂൾ എൻഫോഴ്സ് ചെയ്യും. പിന്നെ ഡിസൊല്യൂഷൻ ഞാൻ പറഞ്ഞു, അതായത് നമ്മുടെ മന്ത്രിസഭ ചിലപ്പോൾ കാലാവധി കഴിഞ്ഞ് അതിനെ ഡിസോൾവ് ചെയ്യും, ഡിസൊല്യൂഷൻ ചെയ്യും. പിന്നെ ഗവർണർക്ക് ചില എമർജൻസി പവേഴ്സ് ഉണ്ട്. അത് എന്താണ് പറയാം, ഇന്റേണൽ എമർജൻസി, എക്സ്റ്റേണൽ എമർജൻസി, അങ്ങനെയുള്ള ചില എമർജൻസി പവർ ഉണ്ട്. പിന്നെ ഓർഡിനൻസ് പാസ്സാക്കുക, അങ്ങനെയൊക്കെ ചിലതുണ്ട്. മനസ്സിലായില്ലേ? പിന്നെ യൂസ് ഓഫ് എമർജൻസി പവേഴ്സ്. ഇനി അപ്പോയിന്റ്മെന്റ് ഓഫ് ചീഫ് മിനിസ്റ്റർ ഞാൻ ആൾറെഡി പറഞ്ഞു. അതായത് എങ്ങനെ ചീഫ് മിനിസ്റ്റർ അപ്പോയിന്റ് ചെയ്യുക, ആർക്കാണ് ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷം ഗവർണറുടെ മുമ്പിൽ തെളിയിക്കണം. സപ്പോർട്ട് ആരൊക്കെ സപ്പോർട്ട് ചെയ്യേണ്ടത് എന്താ മാത്രമാണ് ഭൂരിപക്ഷമുള്ള പാർട്ടിക്കാണ് കൊടുക്കുമ്പോഴും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം, ചിലപ്പോ സ്റ്റേറ്റ് ലൈക്ക് കേരള ഈക്വൽ ദിസ് തിങ് വിൽ ബി ദർ. സംടൈം ഒന്നിന്റെ ഡിഫറൻസ്, ഓൺലി വൺ opposition and ruling, only one. There was a time, only one difference. And one chief minister, Umman Jandi, only two opposition and two difference, 2% majority. About governor, through his experience, he has to use his extraordinary, then അവരുടെ എക്സ്പീരിയൻസിലൂടെയാണ് അതൊക്കെ നമ്മൾ ചെയ്യേണ്ട. അപ്പോയിന്റ്മെന്റ് വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കേണ്ടത്. ഇപ്പൊ പലർക്കും മെജോറിറ്റി ഇല്ലാണ്ടേക്ക് വരും. നമ്മുടെ സെൻട്രലിൽ അങ്ങനെ വന്നിട്ടുണ്ട്. UPA ഗവൺമെന്റ്, മറ്റേ ഇതൊക്കെ പണ്ടത്തെ ഗവൺമെന്റ് ഒക്കെ അങ്ങനെ പലതും വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മുടെ ദേവഗൌഡ, LK ഗുജ്റൽ, ആ സമയത്ത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ് ഡിസിഷൻ എടുക്കേണ്ടത്. മനസ്സിലായില്ലേ? LK ഗുജ്റൽ, നമ്മുടെ ചന്ദ്രശേഖർ, ഇതേമാതിരിയുള്ള VP സിംഗ്. അപ്പൊ നമ്മുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയാണ്. അപ്പൊ ഗവർണറുടെ പവറും ഭയങ്കരമാണ് കേട്ടോ. പിന്നെ ഡിസൊല്യൂഷൻ മിനിസ്റ്റർ ഞാൻ പറഞ്ഞു, എമർജൻസി പവേഴ്സ്, അതേമാതിരി ഡിസ്ക്രിപ്ഷൻ 358. ചില എമർജൻസി പവറിന്റെ എന്തെങ്കിലും ചില സമയത്ത് വരികയാണെന്ന് വെച്ചാൽ അതിനുള്ള പവർ ഇത് ഉണ്ട് അവർക്ക് കേട്ടോ. പിന്നെ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, ഇവിടെ ശ്രദ്ധിക്കേണ്ട അസംബ്ലി. അസംബ്ലി എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, എല്ലാ സ്റ്റേറ്റിലും അസംബ്ലി ഉണ്ട്. യൂണിയൻ ടെറിട്ടറിയിൽ പറയണം, യൂണിയൻ ടെറിട്ടറി ചില യൂണിയൻ ടെറിട്ടറിക്ക് അസംബ്ലി ഇല്ല. ഡൽഹിക്കുണ്ട് അസംബ്ലി, പോണ്ടിച്ചേരിക്കുണ്ട് അസംബ്ലി. പക്ഷേ മറ്റുള്ള യൂണിയൻ ടെറിട്ടറിക്ക് ഇല്ല. ചണ്ഡീഗഡിനില്ല, ലക്ഷദ്വീപിനില്ല, മിനിക്കോ ഇല്ല, അതേമാതിരി അന്തമാൻ നിക്കോബാറിനില്ല. പക്ഷേ ഇവിടെ ഡൽഹിക്കുണ്ട്. അപ്പൊ ഇവിടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ, അതായത് അസംബ്ലി, ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാം. ബാക്കി നിങ്ങൾ വായിക്കുക. പക്ഷെ നിങ്ങൾക്ക് അറിയാത്ത ചില കാര്യങ്ങൾ ഞാൻ പറയാം. ഈ അസംബ്ലി ചിലയിടത്ത് സ്റ്റേറ്റ് അസംബ്ലി ഉണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ട്. വലിയ വലിയ സ്റ്റേറ്റ്, ഇപ്പൊ നമ്മുടെ ലോകസഭ, രാജ്യസഭ മാതിരി നമ്മുടെ വലിയ സ്റ്റേറ്റുകളെ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, അവിടെ ആന്ധ്രാപ്രദേശ്, അവിടെ 2 സഭയുണ്ട്. ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ട്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട്, നമ്മുടെ രാജ്യസഭയുമാതിരി. ശ്രദ്ധിക്കണം കേട്ടോ. ജമ്മു കാശ്മീരിലുണ്ടായിരുന്നു പണ്ട്. അപ്പൊ ഇതേമാതിരി വലിയ വലിയ സ്റ്റേറ്റിലാണ് ഇതൊക്കെ ഉള്ളത്. അപ്പോ ഇവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി എവറി 5 കൊല്ലത്തിനുള്ളിൽ ഇലക്ഷൻ നടക്കണം. അസംബ്ലിയിലെ സ്പീക്കർ, ചീഫ് മിനിസ്റ്റർ, മെജോറിറ്റി ആർക്കാണ് അവര്, പിന്നെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. വായിച്ചാൽ മതി നിങ്ങളെ. പ്രൊവൈഡിംഗ് ദ നെസസറി ലെജിസ്ലേറ്റീവ് work in performed with the state legislative members of the legislative council are indirectly elected. ലെജിസ്ലേറ്റീവ് കൗൺസിൽ പലരും നോമിനേറ്റഡ് മെമ്പേഴ്സ് ആയിരിക്കും. രാജ്യസഭയിലെ നമ്മുടെ 12 ആള് നോമിനേറ്റഡ് ആണ്. അതേമാതിരി ലെജിസ്ലേറ്റീവ് കൗൺസിൽ പറഞ്ഞാൽ അപ്പർ ഹൗസ് ആണ് സ്റ്റേറ്റില്. നമ്മുടെ ലോകസഭ ലോവർ ഹൗസ് ആണ്, രാജ്യസഭ അപ്പർ ഹൗസ് ആണ്, ലെജിസ്ലേറ്റീവ് അസംബ്ലി ലോവർ ഹൗസ് ആണ്, ലെജിസ്ലേറ്റീവ് കൗൺസിൽ അപ്പർ ഹൗസ് ആണ് സ്റ്റേറ്റില്. അപ്പോൾ ഇൻ അക്കോർഡിംഗ് വിത്ത് ദ പ്രിൻസിപ്പിൾ ഓഫ് ദ പ്രൊവിഷൻ റെപ്രസെന്റേഷൻ ഡ്യൂറേഷൻ ഓഫ് ദ അസംബ്ലി 5 കൊല്ലം, അത് കഴിഞ്ഞാൽ നീട്ടണം. പിന്നെ 5 കൊല്ലത്തിന് ശേഷം ചിലപ്പോൾ എന്തെങ്കിലും വാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം 6 മാസം നീട്ടാം. പാർലമെന്റ് കണ്ട ഗവർണർ ഈസ് ടേം മേ ബി എക്സ്റ്റൻഡഡ് ബൈ പാർലമെന്റ് ഓഫ് എൻ എമർജൻസി. പാർലമെന്റ് എക്സ്റ്റെൻഡ് ചെയ്യണം. കാരണം ചില സമയത്ത് നമുക്ക് ഇലക്ഷൻ നടത്താൻ പറ്റാതെ വരുമല്ലോ. ചില സമയത്ത് എമർജൻസി വാറൊക്കെ ഉള്ള സമയത്ത് ഇന്ത്യ 2-3 വാറ് അറിയാലോ.
62, 62, ചൈന വാർ 65, പാകിസ്ഥാൻ വാർ 71, ബംഗ്ലാദേശ്, അതേമാതിരിയുള്ള പല കാര്യങ്ങൾ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് അങ്ങനെയൊക്കെ ഉണ്ടായില്ല. ആ സമയത്ത് ഇലക്ഷൻ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. ഇനി ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, മണി ബില്ല് അസംബ്ലിയിലാണ് സബ്മിറ്റ് ചെയ്യാൻ പറ്റൂ, മറ്റോടത്ത് ലോകസഭയിൽ മാത്രം. റിഗാർഡിങ് എനി ബിൽ അതർ ദാൻ മണി ബിൽ, അത് മറ്റുള്ള ഇതിലും നമുക്ക് ചെയ്യാം. പിന്നെ ബില്ല് പാസ്സായാൽ അത് പ്രസിഡന്റ് ഗവർണറുടെ അപ്രൂവലിന് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പൊ ബഡ്ജറ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ, നിങ്ങൾ എന്ത് ഡിസ്കസ് ചെയ്താലും അടിപിടി കൂടി നമ്മൾ ചെയ്താലും ശരി, ഫൈനലി ഗവർണർ അപ്രൂവ് ചെയ്യണം. ഗവർണർ അപ്രൂവ് ചെയ്തില്ലെങ്കിൽ ഒരു നിങ്ങളുടെ റെക്കമെൻഡേഷൻ നിയമമായിട്ട് വരില്ല. ഗവർണർ അപ്പോയിന്റ്. അതേമാതിരി ഗവർണർ ഓർഡിനൻസ് പാസ്സാക്കണം. അതായത് മന്ത്രിസഭ നിലവിലില്ലെങ്കിൽ ഗവർണറാണ് ഓർഡിനൻസ്. നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് ചില കാര്യങ്ങൾ വേണ്ടി വന്നു ചീഫ് മിനിസ്റ്റർക്ക്, അപ്പൊ മന്ത്രിസഭ ഇവിടെ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇല്ല, അപ്പൊ ഓർഡിനൻസിലൂടെ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഓർഡിനൻസിൽ ഗവർണറാണ് സൈൻ ചെയ്യുന്നത്. ഗവർണർക്ക് റിഫ്യൂസ് ചെയ്യാനുള്ള അധികാരമുണ്ട്. ചീഫ് മിനിസ്റ്റർ പറഞ്ഞാൽ കേൾക്കണമെന്നൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല ഗവർണർക്ക്. അപ്പോ പറയട്ടെ, കേൾക്കണോ? ഓർഡിനൻസ് നമ്മുടെ തമിഴ്നാട്ടില് സമയമില്ലാത്തതുകൊണ്ടാണ്. തമിഴ്നാട്ടില് അവിടെ നീറ്റിന്റെ ഇലക്ഷൻ, ഇത് അഡ്മിഷനെ പറ്റിയിട്ട് ഒരു ഇതുണ്ടായിരുന്നു അസംബ്ലിയിൽ, ഗവർണർ ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല. അതേമാതിരി അവിടെ നമ്മുടെ ഗവർണർക്ക് പല അധികാരങ്ങളുണ്ട്, ഞാൻ അത് വരുന്ന സമയത്ത് പറയാം. പിന്നെ അടുത്തത് ലെജിസ്ലേറ്റീവ് കൺട്രോൾ ഓവർ അഡ്മിനിസ്ട്രേഷൻ. അസംബ്ലിയിൽ പല ക്വസ്റ്റ്യൻ ചോദിക്കും, അതിന് ആൻസർ മന്ത്രിമാര്, സ്റ്റാർഡ് അൺസ്റ്റാർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചിലത് ഓറലായിട്ട് ഉത്തരം പറയണം, ചിലത് റിട്ടേൺ ആയിട്ട് ഒരു ഉത്തരം പറയേണ്ടി വരും. അപ്പൊ അതിന് കുറച്ച് സമയം കൊടുക്കണം മന്ത്രിക്ക് റിട്ടേൺ ആയിട്ട് തരണം എന്ന് വെച്ചാൽ. ഓറലായിട്ട് ചോദിക്കുക, എപ്പോഴും ചോദിക്കുക ചീഫ് മിനിസ്റ്ററോട്. പക്ഷെ റിട്ടേൺ നിങ്ങൾക്ക് വേണച്ചാൽ കുറച്ച് ദിവസം മുമ്പേ നിങ്ങൾ അറിയിക്കണം. കാരണം അവർക്ക് സെക്രട്ടേറിയറ്റിൽ നിന്നോ എവിടെ നിന്ന് വെച്ചാൽ, അല്ലെങ്കിൽ മന്ത്രി മന്ദിരത്തിൽ നിന്നോ എവിടെ നിന്ന് വെച്ചാൽ അവർ ഇത് കിട്ടണം. ഡിസ്കഷൻ, യെസ്, ബഡ്ജറ്റ് ഡിസ്കഷൻ ഒക്കെ കേട്ടിട്ടില്ലേ? അതൊക്കെ അസംബ്ലി നടക്കുന്നതാണ്. ഫൈനാൻഷ്യൽ കൺട്രോൾ ബൈ ബഡ്ജറ്റ് ഡിസ്കഷൻ. ബഡ്ജറ്റിന്റെ ഒക്കെ ഡിസ്കഷൻ പണ്ടൊക്കെ റെയിൽവേ ബഡ്ജറ്റ് മറ്റേ ഇതൊക്കെ ഇല്ലേ, അതൊക്കെ ഡിസ്കഷൻ നടക്കും. പിന്നെ പോസ്റ്റ് എക്സ്പെൻഡിച്ചർ. പിന്നെ പോസ്റ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഡിറ്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ എന്താ പറയണ്ടേ, ഡിസ്കഷൻ. പോസ്റ്റ് എന്ന് വെച്ചാൽ അതായത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, അതേമാതിരി നമ്മൾ ഓഡിറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് നമ്മുടെ പൈസ എത്രത്തോളം എക്സ്പെൻഡിച്ചർ കമ്മിയാക്കാൻ പറ്റിച്ചാൽ അത്രത്തോളം കമ്മിയാക്കണം. പോസ്റ്റ് എക്സ്പെൻഡിച്ചർ അതായത് മണി ഈസ് പ്രഷ്യസ് ആൻഡ് വി ആർ, എല്ലാ സ്റ്റേറ്റും അതെ കടം കണ്ടമാനം എടുക്കുന്നുണ്ട്. ഇന്ത്യ അതെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അതെ, കേരളം അതെ. മറക്കരുത്, നമ്മുടെ മുമ്പിൽ വലിയ ഒരു ഉദാഹരണമുണ്ട്, ശ്രീലങ്ക. അവിടെ എന്താ നടക്കണേ? പേപ്പർ വായിക്കുക, ശ്രദ്ധിക്കുക, TV കാണുക, എന്താ നടക്കുക അവിടെ. അതായത് 1 കിലോ അരിക്ക് 450 രൂപ. പെട്രോൾ കിട്ടാനേ ഇല്ല. മനസ്സിലായില്ലേ? 200 റുപ്യ പോലെ ഒരു ലിറ്ററിന് കിട്ടാൻ അവിടെ പെട്രോൾ ഇല്ല. പിന്നെ അവിടെ നമ്മുടെ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാൻ ആകെ ഒരു ദിവസം, ഇന്നിപ്പോ രാവിലെ ഞാൻ കണ്ടു അവിടുത്തെ പ്രൈം മിനിസ്റ്റർ, പുതിയ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു, ഒരു ദിവസത്തെ ഫ്യൂലാണുള്ളത് അവിടെ. വളരെ 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 എന്താ പറയണ്ട, ഡേഞ്ചറസ് സിറ്റുവേഷൻ. അതായത് എക്കണോമി എന്താ കാരണം? കടം ചൈനയിൽ നിന്നും മറ്റോടൊന്നും. അപ്പൊ ഈ കടത്താൽ ഇത് അടക്കണ്ടേ നമുക്ക്? അപ്പൊ അതൊക്കെ ചെയ്യണം. അപ്പൊ ലെജിസ്ലേറ്റീവ് കമ്മിറ്റി ഉണ്ട്. ലെജിസ്ലേറ്റീവ് കമ്മിറ്റി പറഞ്ഞാൽ നോക്കൂ, എസ്റ്റിമേറ്റ് കമ്മിറ്റി ഉണ്ട്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതായത് ഓരോരോ എസ്റ്റിമേറ്റ് കമ്മിറ്റി ഉണ്ട്, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ഉണ്ട്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഉണ്ട് ഓരോ സ്റ്റേറ്റിന്റെ കീഴില്. അതിനൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഓരോരോ കമ്മിറ്റി ഉണ്ട്. പിന്നെ ഇവിടെ വേറൊരു കാര്യം എന്താ പറഞ്ഞാൽ, കൺട്രോൾ ത്രൂ ലെജിസ്ലേറ്റീവ് കമ്മിറ്റി. അതാണ് ഇപ്പൊ എസ്റ്റിമേറ്റ് കമ്മിറ്റി, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, കമ്മിറ്റി ഓൺ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. എല്ലാ സ്റ്റേറ്റും ഉണ്ട് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്, ഇലക്ട്രിസിറ്റി ബോർഡ്, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് അതിനൊക്കെ കൺട്രോൾ ചെയ്യുക ഇത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ടത് മിനിസ്റ്റീരിയൽ റെസ്പോൺസിബിലിറ്റി. നോക്കൂ, മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമുണ്ട്, പൈസ ചെലവാക്കുക മാത്രമല്ല. അതായത് ക്വാളിറ്റി, അതേമാതിരി വളരെ വൈസ് ആയിട്ടുള്ള ഡിസിഷൻ, പോളിസി ഡിസിഷൻ എടുക്കണം. ഏതായിട്ട് എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇൻഡസ്ട്രി ആയിക്കോട്ടെ. പറയലൊന്നും പ്രവർത്തിക്കലും തമ്മിൽ വേറെയാണ്. അങ്ങനെയോ നമുക്ക് ഭരണം നടത്താൻ പറ്റില്ല. അപ്പോൾ മിനിസ്റ്റീരിയൽ റെസ്പോൺസിബിലിറ്റി, അത്രത്തോളം മിടുക്കനായ ആളുകളാണ് അതാത് സ്ഥാനത്ത് വെക്കേണ്ടത്.
അപ്പോൾ അവർക്ക് അവരുടേതായ കടമകളുണ്ട്. ഓക്കെ. അടുത്ത് സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. സ്റ്റേറ്റിലെ 3 വിധത്തിൽ ഇതുണ്ട്. അതായത് ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ അവർക്ക് മാത്രമേ ക്യാബിനറ്റ് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റൂ. അതിൽ താഴെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, വലിയ വലിയ ഇതിലേ ഉള്ളത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, ഡെപ്യൂട്ടി മിനിസ്റ്റർ എല്ലായിടത്തും ഇല്ല. ഓരോരോ സ്റ്റേറ്റ് ഓരോരോ മന്ത്രിമാർ വെച്ചാൽ വലിയ വലിയ സ്റ്റേറ്റിലെ ഉത്തർപ്രദേശിലൊക്കെ ഒരു മിനിസ്റ്റർക്ക് താങ്ങാൻ പറ്റില്ല. അപ്പൊ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഉണ്ടാവും അയാളെ ഹെൽപ്പ് ചെയ്യാൻ. അയാളെ ഹെൽപ്പ് ചെയ്യാൻ ഡെപ്യൂട്ടി മിനിസ്റ്റർ ഉണ്ടാവും. അപ്പോ powers and function of the council of ministers. Council of ministers responsible to legislative assembly. Responsible. Council of ministers ne appoint with the recommendation of the chief minister. Okay. അപ്പൊ ഡിപ്പാർട്ട്മെന്റ് പിന്നെ കൺസിഡറേഷൻ ഓഫ് ദ ചീഫ് മിനിസ്റ്റർ പ്രസന്റ്. ഈ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പേ നമ്മുടെ ചീഫ് മിനിസ്റ്ററുടെ അപ്രൂവൽ വേണം. ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിന് മുമ്പേ. ഓക്കെ. സോ റോൾ ഓഫ് ദ ചീഫ് മിനിസ്റ്റർ, അയാളാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് എ സ്റ്റേറ്റ്. നമ്മുടെ പ്രധാനമന്ത്രിയാണ് നേഷന്റെ. അപ്പൊ ചീഫ് മിനിസ്റ്ററുടെ പ്ലഷറിലാണ് മന്ത്രിമാർക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. ചീഫ് മിനിസ്റ്റർ പറയുകയാണെങ്കിൽ ഒരു മന്ത്രിയെ ഇഷ്ടമല്ലെങ്കിൽ അയാള് രാജിവെച്ച് പോകണം, അല്ലെങ്കിൽ അയാളെ ഡിസ്മിസ് ചെയ്യും. മറക്കരുത്. മിനിസ്റ്റേഴ്സ് ക്യാൻ ഫങ്ഷൻ ഓൺലി അറ്റ് ദ പ്ലഷർ ഓഫ് ദ ചീഫ് മിനിസ്റ്റർ. അല്ലെങ്കിൽ രാജിവെക്കാൻ പറയും. ഓക്കെ. പിന്നെ പവേഴ്സ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ ഇൻ റിലേഷൻ ടു ദ ഗവർണർ. പിന്നെ ചീഫ് മിനിസ്റ്ററും ഗവർണറും തമ്മിൽ കോൺഫ്ലിക്റ്റ് പാടില്ല. കാരണം സ്മൂത്ത് ആയിട്ട് എന്തെങ്കിലും മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വളരെയധികം നന്നായി പ്രവർത്തിക്കും. എത്രയോ നല്ല 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 ഗവർണറും ചീഫ് മിനിസ്റ്ററും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. മനസ്സിലായില്ലേ? പക്ഷേ എത്രയോ കോൺട്രവേഴ്സ്യൽ ഗവർണർമാരും ചീഫ് മിനിസ്റ്ററും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ട്. മനസ്സിലായില്ലേ? വളരെ പ്രത്യാഘാതമാണ് അനുഭവിക്കുന്നത്. അതുകൊണ്ട് മനസ്സിലായില്ലേ? അപ്പൊ പവർ അങ്ങനെ പാടില്ല. ഗുഡ് റിലേഷൻ, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഉണ്ട്, അതനുസരിച്ചിട്ട് ചീഫ് മിനിസ്റ്ററും ഗവർണറും പ്രവർത്തിക്കാവൂ. പവർ ഓഫ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഇൻ റിലേഷൻ ടു ദ ലെജിസ്ലേച്ചർ. പവർ ചീഫ് മിനിസ്റ്റർ ആണ് നമ്മുടെ എന്നാണ് നമ്മുടെ മന്ത്രിസഭ കൂടേണ്ടത്, അതൊക്കെ ലെജിസ്ലേറ്റീവ് അസംബ്ലി കൂടേണ്ടത് എന്ന് വെച്ചാൽ ഗവർണറെ അതുമാതിരി അതനുസരിച്ചിട്ട് ഗവർണറെ അറിയിക്കണം. പവേഴ്സ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ ഇൻ റിലേഷൻ ടു ദ പേഴ്സൺ. പിന്നെ റിക്രൂട്ട്മെന്റ് എല്ലാം നടത്തുന്നത് സ്റ്റേറ്റിലെ നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആണ്. മനസ്സിലായില്ലേ? ക്യാബിനറ്റ് മിനിസ്റ്റർ ഞാൻ പറഞ്ഞു. ഓരോരോ അപ്പോയിന്റ്മെന്റ് നടത്തുന്ന അദ്ദേഹമാണ്. അഡ്വക്കേറ്റ് ജനറൽ അപ്പോയിന്റ് ചെയ്യുന്നതാണ്. ഓരോരോ സെക്രട്ടറി, ചീഫ് സെക്രട്ടറീസ്, അഡീഷണൽ സെക്രട്ടറീസ്, പോലീസ് സൂപ്രണ്ടന്റ്, അതേമാതിരി ഒക്കെ എക്സിക്യൂട്ടീവ് അപ്പോയിന്റ്മെന്റ് എല്ലാം ഇളവല്ലേ നടത്തുന്നത് കംപ്ലീറ്റ്. പവർ ചീഫ് മിനിസ്റ്റർ പവർ വളരെ സുപ്രീം ആണല്ലോ. അപ്പൊ അതാണ് വേറൊന്ന്. പിന്നെ ഇവിടെ പറയേണ്ടത് പ്രസന്റേഷൻ, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ നോക്കൂ, ഈ മന്ത്രിമാരെ ഡയറക്റ്റായിട്ട് ഗവർണറെ കോണ്ടാക്ട് ചെയ്യരുത്. ചീഫ് മിനിസ്റ്റർ പെർമിഷൻ എടുത്തിട്ട് അല്ലാതെ അനാവശ്യമായിട്ട് ഗവർണറെ. കാരണം എന്താ അറിയോ, ദേ ഹാവ് ടു റിപ്പോർട്ട് ദ ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്ററുടെ അയാളെ അപ്രൈസ് ചെയ്യണം എല്ലാ കാര്യങ്ങളും. മനസ്സിലല്ലേ? അല്ലാതെ മിനിസ്റ്റർക്ക് ഒരു ഹി കനോട്ട് ടേക്ക് ഹിസ് ഓൺ ഡിസിഷൻ വിത്തൗട്ട് ബഡ്ജറ്റ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ. കേട്ടോ. പവർ ഓഫ് ദ പവർ ഓഫ് ദ ചീഫ് മിനിസ്റ്റേഴ്സ് ഇൻ റിലേഷൻ ടു ദ ലെജിസ്ലേറ്റർ ഞാൻ ആൾറെഡി പറഞ്ഞു. അതായത് എന്നാണ് കൂടേണ്ടത്, എന്നാണ് പിരിയേണ്ടതൊക്കെ ചീഫ് മിനിസ്റ്ററാണ് ഗവർണറോട് കൺസൾട്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതേമാതിരി എന്ത് പ്രസന്റ് ചെയ്യണം, എന്ത് പ്രസന്റ് ചെയ്യേണ്ട, അതും അവർ തീരുമാനിക്കണം. പിന്നെ പവേഴ്സ് ഓഫ് ദ ചീഫ് മിനിസ്റ്റർ ഇൻ റിലേഷൻ ടു ദ പേഴ്സണൽ. എല്ലാ റിക്രൂട്ട്മെന്റും ടോപ്പ് ലെവൽ റിക്രൂട്ട്മെന്റ്, DGP എല്ലാം സെക്രട്ടറീസ് ഒക്കെ നമ്മുടെ ചീഫ് മിനിസ്റ്ററാണ് ഇത് ചെയ്യുന്നത്. നെക്സ്റ്റ്, conclusion. Now here our constitution has been variously described as federal with a unitary bias. നമ്മുടെ ഫെഡറൽ സിസ്റ്റമാണ്. സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടെങ്കിലും നമ്മളെ ഓർമ്മിക്കണം യൂണിറ്ററി. യുദ്ധസമയത്ത് ഇന്ത്യ ഈസ് വൺ. എല്ലാ സ്റ്റേറ്റിന്റെ പവറും സെൻട്രൽ എടുക്കും സ്റ്റേറ്റിന്. അപ്പൊ കാരണം വാറാണ്, രാജ്യമുണ്ടെങ്കിൽ ഇന്ന് സ്റ്റേറ്റ് ഉണ്ടാവൂ. അപ്പൊ അത് ശ്രദ്ധിക്കുക. പിന്നെ വിത്ത് ഫെഡറൽ ബയസ്, വിത്തൗട്ട് ഗോയിങ് ടു ദി ഡിസ്ക്രിപ്ഷൻ, ഇറ്റ് ക്യാൻ ബി സ്റ്റേറ്റ് ദാറ്റ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ്സ് എ ഡിവിഷൻ ഓഫ് ഫംഗ്ഷൻ. യൂണിയൻ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റും തമ്മിലുള്ള ഓരോരോ പവറും അങ്ങോട്ടുള്ള റിലേഷൻസ് ഒക്കെ നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി ദ സ്റ്റേറ്റ് ലെജിസ്ലേറ്റർ ഹാസ് എക്സ്ക്ലൂസീവ് ജുറിഡിക്ഷൻ. സ്റ്റേറ്റിന് മാത്രം ബാധകമായ ചില കാര്യങ്ങളുണ്ട്. അതാണ് അഗ്രികൾച്ചർ, ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ. പിന്നെ both can legislate on the item. concurrent ലിസ്റ്റില് സ്റ്റേറ്റ് ഗവൺമെന്റിനും അധികാരമുണ്ട്, സെൻട്രൽ ഗവൺമെന്റിനും അധികാരമുണ്ട്. അപ്പൊ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, അതേമാതിരി നമ്മുടെ കൺകറന്റ് ലിസ്റ്റ്. ഓക്കെ.